യെസ് മക്കളെ, നമുക്ക് കമ്പ്യൂട്ടർ സയൻസിലെ അടുത്ത ചാപ്റ്ററിലേക്ക് നോക്കാം. 6th ചാപ്റ്റർ ആയിട്ടുള്ള ഡാറ്റ ടൈപ്സ് ആൻഡ് ഓപ്പറേറ്റേഴ്സ്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിന്റെ പേര് പോലെ തന്നെ നമുക്ക് ആകെ പഠിക്കാനുള്ളത് ഡാറ്റ ടൈപ്സിനെ കുറിച്ചിട്ടും അതുപോലെ ഓപ്പറേറ്റേഴ്സിനെ കുറിച്ചിട്ടുമാണ് നമുക്ക് പഠിക്കാനുള്ളത്. നമുക്ക് പരീക്ഷയ്ക്ക് വരുന്ന സമയത്ത് കുറച്ചധികം ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ചാപ്റ്ററാണ് ഈ ചാപ്റ്റർ എന്ന് പറയുന്നത്. സോ നമുക്ക് നേരെ ചാപ്റ്ററിലേക്ക് പോകാം. ഒരു കാര്യം ഓർമ്മപ്പെടുത്താനുള്ളത്, നിങ്ങൾക്ക് ഈ ചാപ്റ്ററിൻ്റെ എല്ലാം നോട്ട്സ് നിങ്ങൾക്ക് എവിടെ അവൈലബിൾ ആണ്? നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണ്. ആൻഡ്രോയിഡ് ആണെന്നുണ്ടെങ്കിൽ പ്ലേ സ്റ്റോറിൽ നിന്ന് CM Academy എന്ന് പറയുന്ന ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. iOS ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് ഡൗൺലോഡ് ചെയ്യാം? മൈ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്ന ആപ്പ് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. iOS ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഒരു ORG കോഡ് ചോദിക്കും. അത് HGNTIB എന്ന് പറയുന്ന ORG കോഡ് അടിച്ചു കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് മെനുവിൽ പോയിട്ടുണ്ടെങ്കിൽ ഫ്രീ മെറ്റീരിയൽസ് നിങ്ങൾക്ക് ഈ നോട്ട്സ് എല്ലാം അവൈലബിൾ ആണ്. നോട്ട്സ് പ്രിൻ്റ് എടുത്തിട്ടോ എഴുതിയെടുത്തിട്ടോ ആയിട്ട് പരീക്ഷയ്ക്ക് മുൻപ് ഫുള്ളായിട്ട് പഠിച്ചിട്ട് പോകണേ മക്കളെ. സോ നമുക്ക് നേരെ ചാപ്റ്ററിലേക്ക് കിടക്കാം. ഫസ്റ്റ് വൺ, ഡാറ്റ ടൈപ്പ്. എന്താണ് ഡാറ്റ ടൈപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഐഡന്റിഫൈ ദ നേച്ചർ ആൻഡ് ടൈപ്പ് ഓഫ് ഡാറ്റ സ്റ്റോർഡ് ഇൻ എ വേരിയബിൾ. എന്തിനു വേണ്ടിയിട്ടാണ്? ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഐഡന്റിഫൈ ദ നേച്ചർ ആൻഡ് ടൈപ്പ് ഓഫ് ഡാറ്റ സ്റ്റോർഡ് ഇൻ എ വേരിയബിൾ. ഒരു വേരിയബിളിൽ സ്റ്റോർ ചെയ്തിട്ടുള്ള ഡാറ്റേൻ്റെ ടൈപ്പും നേച്ചറും കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഡൗട്ട് ഉണ്ടാവും, എന്താണ് വേരിയബിൾ? വേരിയബിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഡാറ്റ സ്റ്റോർ ചെയ്യണമെങ്കിൽ ഒരു മെമ്മറി ലൊക്കേഷൻ വേണമല്ലോടാ. ആ മെമ്മറി ലൊക്കേഷൻ നമ്മൾ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് നമ്മളൊരു പേരിട്ട് കൊടുക്കുമല്ലോടാ. ആ പേരിനെ വിളിക്കുന്ന പേരാണ് എന്ത്? വേരിയബിൾ. നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഡാറ്റ ടൈപ്പ് ആർ നെസസറി ടു ഡിക്ലെയർ എ വേരിയബിൾ. അപ്പോൾ ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യണമെങ്കിൽ എന്ത് നിർബന്ധമാണ്? ഡാറ്റ ടൈപ്പ് നിർബന്ധമാണ്. നമുക്ക് എത്ര ടൈപ്പ് ഡാറ്റ ടൈപ്പാണ് പഠിക്കാനുള്ളത്? 3 ടൈപ്പ് പഠിക്കാനുള്ളത്. ഏതൊക്കെയാണ്? ഫണ്ടമെന്റൽ ഡാറ്റ ടൈപ്പ്, ഡിറൈവ്ഡ് ഡാറ്റ ടൈപ്പ്, യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്പ്. ഏതൊക്കെയാണ്? ഫണ്ടമെന്റൽ, ഡിറൈവ്ഡ്, യൂസർ ഡിഫൈൻഡ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ ഫണ്ടമെന്റൽ ഡാറ്റ ടൈപ്പിനെ കുറിച്ചിട്ട് നോക്കാം. അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ബിൽറ്റ് ഇൻ ഡാറ്റ ടൈപ്പ്. എന്ത് പേരാണ് അറിയപ്പെടുന്നത്? ബിൽറ്റ് ഇൻ ഡാറ്റ ടൈപ്പ് എന്ന് പേരിൽ അറിയപ്പെടുന്ന ആളാണ് ഫണ്ടമെന്റൽ ഡാറ്റ ടൈപ്പ്. 5 ഫണ്ടമെന്റൽ ഡാറ്റ ടൈപ്പാണുള്ളത്. എന്താ ഫണ്ടമെന്റൽ ഡാറ്റ ടൈപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ദേ ആർ ഡിഫൈൻഡ് ഇൻ C++ കമ്പൈലർ. ഓൾറെഡി C++ കമ്പൈലറിന് അറിയാവുന്ന ആളാണ് ആരെന്ന് പറയുന്നത്? ഫണ്ടമെന്റൽ ഡാറ്റ ടൈപ്പ് എന്ന് പറയുന്നത്. ഏതൊക്കെയാണുള്ളത്? വോയിഡ് ഉണ്ട്, ക്യാർ ഉണ്ട്, ഇൻറ്റ് ഉണ്ട്, ഫ്ലോട്ട് ഉണ്ട്, ഡബിൾ ഉണ്ട്. എന്തൊക്കെയാണ് ഇതിൽ പഠിക്കേണ്ടത്? ഈ 5 പേരുടെയും പേരും പഠിക്കണം, അവരുടെ മെമ്മറി സൈസും പഠിച്ചിരിക്കണം. വോയിഡിൻ്റെ സൈസ് 0, ക്യാറിൻ്റെ സൈസ് 1, ഫ്ലോട്ടിൻ്റെ സൈസ് 4, ഇൻറ്റിൻ്റെ സൈസ് 4, ഡബിളിൻ്റെ സൈസ് 8. ഇത്രയും കാര്യങ്ങളാണ് പഠിച്ചിരിക്കേണ്ടത്. ഇതിൽ വോയിഡ് എന്ന് പറയുന്നുണ്ടെങ്കിൽ നൾ അല്ലെങ്കിൽ എംപ്റ്റി ഡാറ്റേനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. അതായത് ഒന്നുമില്ല. അപ്പോൾ വോയിഡിൻ്റെ സൈസ് എത്രയായിരിക്കും? 0 ആയിരിക്കും. ഒന്നും വേണ്ട. നെക്സ്റ്റ് ആണ് ക്യാർ. ക്യാർ എന്ന് പറഞ്ഞാൽ സിംഗിൾ ക്യാരക്ടർ, അതായത് നമ്മൾ സിംഗിൾ കോട്ടിൽ ഇടുന്ന ക്യാരക്ടേഴ്സിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് എന്തെന്ന് പറയുന്നത്? ക്യാർ എന്ന് പറയുന്നത്. അപ്പോൾ ക്യാറിൻ്റെ സൈസ് എന്താണ്? 1 ബൈറ്റാണ്. അതിൽ നമുക്ക് മാക്സിമം സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന നമ്പർ ഓഫ് ക്യാരക്ടേഴ്സ് എത്രയാണ്? 1 ക്യാരക്ടറാണ്. അത് ശരിക്കും മനസ്സിലാക്കി വെക്കുക. നെക്സ്റ്റ് ആണ് ഇൻറ്റിജർ വാല്യൂസ് സ്റ്റോർ ചെയ്യാൻ. അതായത് പോയിന്റുള്ള വാല്യൂസ് പറ്റുമോ? പറ്റത്തില്ല. എത്രയാണ് സൈസ്? 4 ആണ് സൈസ്. നെക്സ്റ്റ് ഫ്ലോട്ടിൻ്റെ സൈസ് എന്ന് പറയുന്നത് 4 തന്നെയാണ്. പക്ഷേ അവിടെ എന്ത് സ്റ്റോർ ചെയ്യാൻ പറ്റും? ഫ്ലോട്ടിംഗ് നമ്പേഴ്സ്, അതായത് പോയിന്റുള്ള നമ്പേഴ്സ് വിത്ത് ഫ്രാക്ഷണൽ പാർട്ട് നമുക്ക് സ്റ്റോർ ചെയ്യാനായിട്ട് പറ്റും. നെക്സ്റ്റ് ആണ് ഡബിളിലും എന്ത് പറ്റും? പോയിന്റുള്ള നമ്പേഴ്സ് തന്നെയാണ് സ്റ്റോർ ചെയ്യാൻ പറ്റുക. അപ്പോൾ ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഇയാളുടെ സൈസ് 4 ആണ്, ഇയാളുടെ സൈസ് 8 ആണ്. സൈസ് മാറ്റം ഉണ്ടായതുകൊണ്ട് തന്നെ ഡബിളിൽ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന നമ്പർ ഓഫ് ഡിജിറ്റ്സ്, അതിൻ്റെ പ്രിസിഷൻ എന്തായിരിക്കും? കൂടുതലായിരിക്കും. നമുക്ക് നേരെ അടുത്ത ഡാറ്റ ടൈപ്പിലേക്ക് കിടക്കാം. നെക്സ്റ്റ് ഡാറ്റ ടൈപ്പാണ് ഡിറൈവ്ഡ് ഡാറ്റ ടൈപ്പ്. എന്താണ് ഡിറൈവ്ഡ് ഡാറ്റ ടൈപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ? ഡിറൈവ്ഡ് ഡാറ്റ ടൈപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദേ ആർ ഡിറൈവ്ഡ് ഫ്രം ഫണ്ടമെന്റൽ ഡാറ്റ ടൈപ്പ്. ഫണ്ടമെന്റൽ ഡാറ്റ ടൈപ്പ് നമുക്ക് ഓൾറെഡി കമ്പൈലറിന് അറിയാവുന്ന ഡാറ്റ ടൈപ്പുകളാണല്ലോ. ആ ഫണ്ടമെന്റൽ ഡാറ്റ ടൈപ്പിൽ നിന്നും ഡിറൈവ് ചെയ്യപ്പെട്ടിട്ടുള്ള ഡാറ്റ ടൈപ്പുകളെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? ഡിറൈവ്ഡ് ഡാറ്റ ടൈപ്പ്. ആ ഡിറൈവ്ഡ് ഡാറ്റ ടൈപ്പ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? ബൈ സം ഗ്രൂപ്പിംഗ് ഓർ ആൾട്രേഷൻ ഇൻ സൈസ്. ബൈ സം ഗ്രൂപ്പിംഗ് ഓർ ആൾട്രേഷൻ ഇൻ സൈസ്. എങ്ങനെയാണടാ? ബൈ സം ഗ്രൂപ്പിംഗ് ഓർ ആൾട്രേഷൻ ഇൻ സൈസ്. എക്സാമ്പിൾ പഠിച്ചിരിക്കണം. അറേയും അതുപോലെ പോയിന്ററും. ആരൊക്കെയാടാ? അറേ ഉണ്ട്, അതുപോലെ പോയിന്ററും ഉണ്ട്. ഈ അറേ നിർബന്ധമായിട്ടും നിങ്ങൾ എന്ത് പഠിച്ചിരിക്കണം? എക്സാമ്പിൾസ് പഠിച്ചിരിക്കണം. നെക്സ്റ്റ് ആണ് യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്പ്. യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്പിൻ്റെ ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ളത് നമുക്ക് +2ലാണ്. അപ്പോൾ നോക്കാം. സോ എന്താണ് പരിപാടി? ദ പ്രോഗ്രാമർ ക്യാൻ ഡിഫൈൻ ദെയർ ഓൺ ഡാറ്റ ടൈപ്പ്. യൂസറിന്, അതായത് പ്രോഗ്രാമറിന് സ്വന്തമായിട്ട് ഡാറ്റ ടൈപ്പ് ഉണ്ടാക്കാം. അത്തരത്തിലുള്ള ഡാറ്റ ടൈപ്പുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്പ്. എക്സാമ്പിൾസ് ഏതൊക്കെയാണ്? സ്ട്രക്റ്റ്, എന്യൂം, യൂണിയൻ, ക്ലാസ്. ഏതൊക്കെയാണ്? സ്ട്രക്റ്റ്, എന്യൂം, യൂണിയൻ, ക്ലാസ്. എക്സാമ്പിൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണേ മക്കളെ. അടുത്ത ഭാഗത്തേക്ക് നമുക്ക് പോവാം. അടുത്തതാണ് ടൈപ്പ് മോഡിഫയേഴ്സ്. ആരാടാ? യെസ്, ടൈപ്പ് മോഡിഫയേഴ്സ്. എന്താണ് ടൈപ്പ് മോഡിഫയേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മളുടെ ഓൾറെഡി ഉള്ള ഡാറ്റ ടൈപ്പുകളായിട്ടുള്ള ഇൻറ്റ്, ക്യാർ, ഫ്ലോട്ട്, ഡബിൾ പോലുള്ള ഡാറ്റ ടൈപ്പുകളുടെ ആ ഒരു ഡാറ്റ ടൈപ്പിനെ ഒന്ന് മോഡിഫൈ ചെയ്യാം. നമ്മൾ കാറൊക്കെ മോഡിഫൈ ചെയ്യാറുണ്ടല്ലോ, അതേപോലെ മോഡിഫൈ ചെയ്യുന്ന പരിപാടിയാണ് ഇത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. എന്താണ്? യൂസ്ഡ് ടു ചേഞ്ച് ദ സൈസ്, റേഞ്ച് ഓർ പ്രിസിഷൻ. ആരൊക്കെയാണ് മാറ്റുന്നത്? സൈസ്, റേഞ്ച് ഓർ പ്രിസിഷൻ. ഈ പറയപ്പെട്ട 3 പേരെ മാറ്റുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് എന്തെന്ന് പറഞ്ഞാൽ ടൈപ്പ് മോഡിഫയേഴ്സ്. യൂസ്ഡ് ടു ചേഞ്ച് സൈസ്, റേഞ്ച്, പ്രിസിഷൻ ഓഫ് എ ഡാറ്റ ടൈപ്പ് ഈസ് കോൾഡ് ടൈപ്പ് മോഡിഫയേഴ്സ്. പഠിച്ചു വെച്ചോ, 4 പഠിക്കാനുള്ളത്. ലോങ്, ഷോർട്ട്, അതുപോലെ സൈൻഡ്, അൺസൈൻഡ്.
ഏതൊക്കെയാടാ? ലോങ് ഉണ്ട്, ഷോർട്ട് ഉണ്ട്, സൈൻഡ് ഉണ്ട്, അൺസൈൻഡ് ഉണ്ട്. മാറിപ്പോവരുതേ. അടുത്തതാണ് ഓപ്പറേറ്റേഴ്സ്. അപ്പോൾ ഇതോടുകൂടി നമ്മളുടെ ആര് തീർന്നു? ഡാറ്റ ടൈപ്പ് തീർന്നു. ഇനി നമ്മൾ ഓപ്പറേറ്റേഴ്സിൻ്റെ ഭാഗത്തേക്ക് പോവുകയാണ്. എന്താണ് ഓപ്പറേറ്റേഴ്സ് എന്നുള്ളത് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്താണ് ഓപ്പറേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ സിംബൽസ് ദാറ്റ് ഇൻഡിക്കേറ്റ് ആൻ ഓപ്പറേഷൻ ഈസ് കോൾഡ് ഓപ്പറേറ്റർ. പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു സാധനം, ഞാനൊരു ഓപ്പറേഷൻ എഴുതി A+B എന്ന്. A+B എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ ഈ എനെയും അതുപോലെ ബീനെയും വിളിക്കുന്ന പേരാണ് എന്ത്? ഓപ്പറൻറ്റ്. എന്താണ് പേര് വിളിക്കുക? ഓപ്പറൻറ്റ് എന്ന് പേര് വിളിക്കും. ഈ പ്ലസ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ്, നടുവിലുള്ള ഓപ്പറേഷൻ നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പ്ലസ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഓപ്പറേറ്റർ. ഇത് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഈ ഒരു പരിപാടി നടത്തുന്നതിന് വേണ്ടിയിട്ട്, പ്ലസ് എന്ന് പറയുന്ന ഓപ്പറേഷൻ നടത്തുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് എത്ര ഓപ്പറൻറ്റിൻ്റെ ആവശ്യമുണ്ട്? 2 പേരുടെ ആവശ്യമുണ്ട്. ഇപ്പോൾ 2+5 കൂട്ടണം എന്നുണ്ടെങ്കിൽ എത്ര പേര് വേണം? 2 പേര് വേണ്ട മിനിമം. അപ്പോൾ ഇവിടെ 2 ഓപ്പറൻറ്റ് ഉണ്ട്. പ്ലസ് എന്ന് പറയുന്ന ഓപ്പറേറ്റർക്ക് എത്ര ഓപ്പറൻറ്റിനെ വേണമെന്ന് പറഞ്ഞത്? 2 ഓപ്പറൻറ്റിനെ വേണം. ഇതൊന്ന് മനസ്സിലാക്കി വെക്കുക. എന്തിനാണെന്ന് വെച്ചാൽ ഭാവിയിൽ ആവശ്യമുണ്ട്. സോ നമുക്ക് നേരെ അടുത്ത സ്ലൈഡിലേക്ക് പോവാം. ഇതിൻ്റെ ക്ലാസിഫിക്കേഷൻ ഓഫ് ഓപ്പറേറ്റേഴ്സിൻ്റെ ക്ലാസിഫിക്കേഷൻസ്. ഒന്നാമത്തെ ക്ലാസിഫിക്കേഷൻ ഈസ് ബേസ്ഡ് ഓൺ നമ്പർ ഓഫ് ഓപ്പറൻറ്റ്. ഓപ്പറൻസിൻ്റെ നമ്പറിനെ ബേസ് ചെയ്തുകൊണ്ടാണ്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഓപ്പറൻസ് എന്താണെന്ന് പഠിച്ചു വെച്ചിരിക്കണം. ഫസ്റ്റത്തെ കാറ്റഗറി യൂനറി, രണ്ടാമത്തെ ബൈനറി, മൂന്നാമത്തെ ടേണറി. എന്താണ് യൂനറി എന്ന് പറഞ്ഞാൽ? ഒരു ഓപ്പറൻറ്റ് ഉള്ളത്. അപ്പോൾ ടേണറിയോ? 3 ഓപ്പറൻറ്റ് ഉള്ളത്. അപ്പോൾ ബൈനറിയോ? 2 ഓപ്പറൻറ്റ് ഉള്ളത്. അപ്പോൾ ഒരു ഓപ്പറൻറ്റ്, 2 ഓപ്പറൻറ്റ്, 3 ഓപ്പറൻറ്റ്. എന്താ പേര്? യൂനറി, ബൈനറി, ടേണറി. പ്രത്യേകം പഠിക്കേണ്ടത് എക്സാമ്പിൾസ് ആണ്. യൂനറിൻ്റെ എക്സാമ്പിളായിട്ട് 4 പേരെ പഠിക്കാനുണ്ട്. ഫസ്റ്റ് വൺ യൂനറി പ്ലസ്, യൂനറി മൈനസ്, അതുപോലെ പ്ലസ് പ്ലസ്, മൈനസ് മൈനസ്. പ്ലസ് പ്ലസിനെയും മൈനസ് മൈനസിനെയും നമ്മൾ അടുത്ത് മറ്റൊരു പേരിട്ട് കണ്ട് തൊട്ടപ്പുറത്ത് വിളിക്കും. അതാണ് ഇൻക്രിമെൻ്റ് ഓപ്പറേറ്ററും അതുപോലെ ഡിക്രിമെൻ്റ് ഓപ്പറേറ്ററും. അപ്പോൾ യൂനറി പ്ലസ്, യൂനറി മൈനസ് എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങൾ സാധാരണ -5 എന്ന് ഇടാറില്ലേ? എന്താണ്? 5ൻ്റെ സിമ്പിളിനെ കാണിച്ചു കൊടുത്ത് കണ്ടല്ലേ ഇടാറുള്ളത്? അത് തന്നെ. അടുത്തതാണ് ബൈനറി ഓപ്പറേറ്റർ. അതായത് 2 ഓപ്പറൻറ്റ് വരുന്നത്. അതായത് പ്ലസ് പറ്റും, മൈനസ് പറ്റും, സ്റ്റാർ പറ്റും, സ്ലാഷ്, മോഡ് ഒക്കെ പറ്റും. നെക്സ്റ്റ് ആണ് ടേണറി ഓപ്പറേറ്റർ. ഒരേ ഒരാൾ മാത്രമേ ഉള്ളൂ. ആരാണ്? ക്വസ്റ്റ്യൻ ചിഹ്നം അതുപോലെ കോളൻ. ഇയാളെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? കണ്ടീഷണൽ ഓപ്പറേറ്റർ. എന്താണ് പേര് വിളിക്കുക? കണ്ടീഷണൽ ഓപ്പറേറ്റർ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇയാളെ പഠിക്കാനുണ്ട്. ഓക്കെ ആണല്ലോ. അപ്പോൾ ബേസ്ഡ് ഓൺ നമ്പർ ഓഫ് ഓപ്പറൻസ് 3 ആക്കി ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതാണ് നമ്മളിപ്പോൾ പറഞ്ഞു തീർത്തത്. അടുത്ത ഏരിയയിലേക്ക് പോവാം. ബേസ്ഡ് ഓൺ നേച്ചർ ഓഫ് ഓപ്പറേഷൻ്റെ നേച്ചറിനെ ബേസ് ചെയ്തുകൊണ്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. എത്ര ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്? ഒരു 9 ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. എന്താണെന്നുള്ളത് ജസ്റ്റ് കേട്ട് പോയാൽ മതി. അതിൻ്റെ എക്സാമ്പിൾ മനസ്സിലാക്കി വെക്കുക. പരീക്ഷയ്ക്ക് ഏതെങ്കിലുമൊക്കെ ആയിരിക്കും പരീക്ഷയ്ക്ക് ചോദിക്കുക. ഫസ്റ്റ് വണ്ണാണ് അരിതമെറ്റിക് ഓപ്പറേറ്റേഴ്സ്. നിങ്ങൾക്കറിയാലോ അരിതമെറ്റിക് ഓപ്പറേറ്റേഴ്സ് ആരൊക്കെയാണ്? പ്ലസ് ഉണ്ട്, മൈനസ് ഉണ്ട്, സ്റ്റാർ ഉണ്ട്, സ്ലാഷ് ഉണ്ട്, മോഡ് ഉണ്ട്. സ്റ്റാർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ രൂപത്തിലാണ് നമ്മൾ മൾട്ടിപ്ലിക്കേഷന് വേണ്ടിയിട്ട് ഇടുക, അല്ലാണ്ട് നമ്മളുടെ എക്സ് ആയിട്ടല്ല എവിടെ C++ൽ ഉപയോഗിക്കുന്നത്. ഇനി ഒരു പുതിയതായിട്ട് നമുക്ക് പഠിക്കാനുള്ള ഒരാളാണ് നമ്മളുടെ പെർസെൻറ്റേജ് സൈൻ. അതായത് ഇങ്ങോട്ട് നോക്കിയേ 10/3 എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര ആൻസർ കിട്ടുക? ആൻസർ 3 ആണ് കിട്ടുക. ഓക്കെ, 3.3 എന്ന് മനസ്സിൽ വരുന്നുണ്ടാവും. അത് പറയാൻ നിൽക്കണ്ട. കാരണം C++ൽ ഇവർ 2 പേരും ഇൻറ്റിജർ ആണെങ്കിൽ ആൻസറും ഇൻറ്റിജർ ആയിട്ടാണ് കിട്ടുക. ഓക്കെ ആണല്ലോ. ആൻസർ ഫ്ലോട്ട് ആയിട്ട് കിട്ടത്തില്ല. അപ്പോൾ ഇനി അടുത്തത് എന്താണ്? 10 mod 3 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 10നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന റിമൈൻഡർ ഉണ്ടല്ലോ, ആ റിമൈൻഡർ എത്രയാ? 1 അല്ലേ? ആ 1 ആണ് ഇവിടെ ആൻസർ ആയിട്ട് കിട്ടുക. ക്ലിയർ ആണല്ലോ. അതാണ് മോഡിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത്. നമ്മൾ നേരെ നെക്സ്റ്റ് ഓപ്പറേറ്റേഴ്സിലേക്ക് പോവുകയാണ്. അതാണ് റിലേഷണൽ ഓപ്പറേറ്റർ. റിലേഷണൽ ഓപ്പറേറ്ററിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അരിതമെറ്റിക് ഓപ്പറേറ്ററിന് നമുക്ക് റിസൾട്ടായിട്ട് കിട്ടാൻ പോകുന്നത് ഒരു ഇൻറ്റിജറോ അല്ലെങ്കിൽ ഒരു ഫ്ലോട്ടിംഗ് നമ്പർ ആയിരിക്കും ഉത്തരമായിട്ട് കിട്ടുക. ഇവിടെ നമുക്ക് ആൻസർ ആയിട്ട് കിട്ടാൻ പോകുന്നത് എന്താണ്? ഒന്നെങ്കിൽ ട്രൂ അല്ലെങ്കിൽ ഫാൾസ്. കാരണം എന്താ? നമ്മളിവിടെ കമ്പാരിസൺ ആണ് നടത്താൻ പോകുന്നത്. ഏതൊക്കെയാണ് ഓപ്പറേറ്റേഴ്സ്? ലെസ് ദാൻ ഉണ്ട്, ഗ്രേറ്റർ ദാൻ ഉണ്ട്, ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഉണ്ട്, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഉണ്ട്, അതേപോലെ ഈക്വൽ ടു. ഇതെന്തിനു വേണ്ടിയിട്ടാണ്? ഇക്വാളിറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇയാൾ ഉപയോഗിക്കുന്നത്. അടുത്തതാണ് നോട്ട് ഈക്വൽ ടു. ഇത്രയും ഓപ്പറേറ്റേഴ്സ് ആണ് നമുക്ക് റിലേഷണൽ ഓപ്പറേറ്റേഴ്സിൽ പഠിക്കാനായിട്ടുള്ളത്. അടുത്തതാണ് ലോജിക്കൽ ഓപ്പറേറ്റർ. ശരിക്കും നോക്കി വെച്ചോ, ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുള്ളത് ഇയാളെ പറ്റിയിട്ടാണ്. അപ്പോൾ ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് കമ്പൈൻ ലോജിക്കൽ വാല്യൂസ് റിസൾട്ടിങ് ഇൻ ട്രൂ ഓർ ഫാൾസ്. നമ്മൾ റിലേഷണൽ ഓപ്പറേറ്റേഴ്സ് പറഞ്ഞ പോലെ തന്നെ ഇവിടെ നമുക്ക് റിസൾട്ട് എന്താണ് കിട്ടുക? ഒന്നെങ്കിൽ ട്രൂ അല്ലെങ്കിൽ ഫാൾസ്. ക്ലിയർ ആണല്ലോ. അപ്പോൾ ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് ഏതൊക്കെയാണുള്ളത്? ഒന്ന് ആൻഡ്, നെക്സ്റ്റ് വൺ ഓർ, ലാസ്റ്റ് വൺ നോട്ട്. ആൻഡിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് 2 ആൻഡിൻ്റെ സിമ്പൽ. ഓറിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ 2 ലൈൻസ് ആണ് യൂസ് ചെയ്യുക. വെർട്ടിക്കലായിട്ടുള്ള ലൈൻസ് ആണ് നമ്മൾ യൂസ് ചെയ്യുക. അപ്പോൾ ആൻഡ് ആണെങ്കിൽ 2 ട്രൂ ആണെങ്കിൽ മാത്രമേ ആൻസർ ട്രൂ ആയിട്ട് മാറുള്ളൂ. ഇവിടെയും ട്രൂ ആവണം, ഇവിടെയും ട്രൂ ആവണം. ട്രൂ എന്നുള്ളതിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് 1 ഉപയോഗിക്കുന്നത്. അതേപോലെ ഫാൾസിനെ റെപ്രസെൻറ്റ് ചെയ്യാനാണ് 0 ഉപയോഗിക്കുന്നത്. ക്ലിയർ ആണല്ലോ. അപ്പോൾ 0യും ആൻഡ് ഓപ്പറേഷൻ നടത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആൻസർ എന്തായിരിക്കും കിട്ടുക? 0 ആണ് കിട്ടുക. ഇവിടെ 0 ഇൻറ്റു, നിങ്ങൾ തൽക്കാലം മൾട്ടിപ്ലിക്കേഷൻ ആലോചിച്ചാൽ മതി. 0 × 0 0, 0 × 1 0, 1 × 0 0, 1 × 1 1. അത്രേ ഉള്ളൂ പരിപാടി. ഇനി ഇവിടെ ഓറിൻ്റെ കേസിലാണെങ്കിൽ കൂട്ടത്തിൽ ഒരാൾ ട്രൂ ആണെങ്കിൽ ആൻസർ ട്രൂ ആയിരിക്കും. 0 + 0 0 തന്നെയാണ്. 1 + 0 1, 1 + 0 + 1 1, 1 + 1 1.
ക്ലിയർ ആണല്ലോ. പ്ലസും ഇൻറ്റും അല്ല, നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാനത് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ ഓപ്പറേഷൻ ആണ്, ലോജിക്കൽ ഓപ്പറേഷൻ ആണ് നടക്കുന്നത്. ഇനി നോട്ടിൻ്റെ കേസിലാണെങ്കിൽ 0 ആണെങ്കിൽ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് എടുക്കും 1 ആണെങ്കിലോ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് 0 ആയിട്ട് എടുക്കും. ഈ രണ്ട് ട്രൂത്ത് ടേബിളും നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. ഓക്കെ ആണല്ലോ. ഈ ട്രൂത്ത് ടേബിൾ പഠിച്ചു വെച്ചിരിക്കണം. കാരണം ലോജിക്കൽ ഓപ്പറേറ്റേഴ്സും അതുപോലെ കണ്ടീഷണൽ ഓപ്പറേറ്റേഴ്സും അതുപോലെ ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേറ്റേഴ്സും ഒക്കെയാണ് സ്ഥിരമായിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളത്. അപ്പോൾ അടുത്ത ആളിലേക്ക് നമ്മൾ പോവുകയാണ്. ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേറ്റർ. ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേറ്ററിനെ ഇൻപുട്ട് ഓപ്പറേറ്റർ ആയിട്ട് നമ്മൾ അറിയപ്പെടുന്ന ആളാണ് ഇന്നിൻ്റെ കൂടെ ഉപയോഗിക്കുന്ന ഇയാളെയാണ് നമ്മൾ എന്ത് പേര് വിളിക്കുന്നത്? ഇൻപുട്ട് ഓപ്പറേറ്റർ എന്ന് പേര് വിളിക്കുന്നത്. അപ്പോൾ ഔട്ട്പുട്ട് ഓപ്പറേറ്റർ ആരാ? ഇയാളെയാണ് നമ്മൾ ഔട്ട്പുട്ട് ഓപ്പറേറ്റർ എന്ന് പേര് വിളിക്കുന്നത്. പ്രത്യേകം അറിഞ്ഞിരിക്കേണ്ട പേരാണ് എക്സ്ട്രാക്ഷൻ ഓപ്പറേറ്റർ. എന്താണ് പേര് വിളിക്കുക? എക്സ്ട്രാക്ഷൻ ഓപ്പറേറ്റർ എന്ന് പേര് വിളിക്കുന്ന ആളാണ് ഇൻപുട്ട് ഓപ്പറേറ്റർ. ഒരു പ്രാവശ്യം പരീക്ഷയ്ക്ക് ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട്, റൈറ്റ് ദ സിംബൽസ് ഓഫ് ദ ഫോളോയിങ് ഓപ്പറേറ്റർ എന്ന് പറഞ്ഞിട്ട് ഇൻപുട്ട് ഓപ്പറേറ്റർ എന്നല്ല ചോദിച്ചത്. അങ്ങനെ ചോദിച്ചിരുന്നെങ്കിൽ നമ്മൾ അപ്പം തന്നെ ആൻസർ എഴുതി കൊടുത്തിട്ടുണ്ടാവും. പരീക്ഷയ്ക്ക് ചോദിച്ചത് എക്സ്ട്രാക്ഷൻ ഓപ്പറേറ്ററിൻ്റെ സിംബൽ ഏതാണ്? പെട്ടുപോകും. പെടാതിരിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ പേരും കൂടെ അതിൻ്റെ കൂട്ടത്തിൽ പഠിച്ചു വെച്ചോ. എക്സ്ട്രാക്ഷൻ ഓപ്പറേറ്റർ എന്നും കൂടെ ആർക്ക് പറയാറുണ്ട്? ഇൻപുട്ട് ഓപ്പറേറ്റർ എന്ന് പറയാറുണ്ട്. അതുപോലെ ഔട്ട്പുട്ട് ഓപ്പറേറ്ററിന് പറയുന്ന മറ്റൊരു പേരാണ് ഇൻസേർഷൻ ഓപ്പറേറ്റർ. ക്ലിയർ ആണല്ലോ? ശരി, എക്സാമ്പിളും കൂടെ അതിൻ്റെ കൂട്ടത്തിൽ എഴുതി കൊടുക്കാം. സീനും CO2 ആയിട്ട് എക്സാമ്പിൾ എഴുതി കൊടുത്താൽ മതി. നെക്സ്റ്റ് ആണ് അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ. അതായത് നിങ്ങളൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തു. ഒരു വേരിയബിൾ എങ്ങനെയാണ് ഡിക്ലെയർ ചെയ്യുക? ആദ്യം ഒരു വേരിയബിൾ ഉണ്ടാക്കണമെങ്കിൽ ഡാറ്റ ടൈപ്പ് നിർബന്ധമാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഡാറ്റ ടൈപ്പ് എഴുതി കൊടുത്തു. അത് കഴിഞ്ഞിട്ട് നമ്മളുടെ വേരിയബിളിൻ്റെ പേര് എഴുതി കൊടുക്കുക. വേരിയബിളിൻ്റെ പേര് എഴുതി കൊടുക്കുന്ന സമയത്ത് ഇതെന്താണ്? ഐഡൻറ്റിഫയർ ആണ്. ഐഡൻറ്റിഫയേഴ്സിന് കുറച്ച് റൂൾസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ റൂൾസ് സാറ്റിസ്ഫൈ ചെയ്തിരിക്കണം. അങ്ങനെ വേരിയബിൾ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ആ വേരിയബിളിലേക്ക് നമ്മളൊരു വാല്യൂ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്, അസൈൻ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്, ഇപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുക? നം എന്ന് പറയും. ഒരു മെമ്മറി ലൊക്കേഷൻ നം എന്ന് പേരിടും. ആ പേരിട്ടതിന് ശേഷം അതിൻ്റെ ഉള്ളിൽ നമുക്ക് 5 സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഓപ്പറേറ്റർ ആണ് ആര്? ഈക്വൽ ടു. അയാളെയാണ് നമ്മൾ എന്ത് പേര് വിളിക്കുന്നത്? അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ എന്ന് പേര് വിളിക്കുന്നത്. ക്ലിയർ ആണല്ലോ? നെക്സ്റ്റ് അടുത്താണ് അരിതമെറ്റിക് അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ. ആരാടാ? അരിതമെറ്റിക് അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ. അതായത് കോമ്പിനേഷൻ ഓഫ് അരിതമെറ്റിക് ആൻഡ് അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ. അതായത് പ്ലസ് ഈക്വൽ ടു, മൈനസ് ഈക്വൽ ടു, സ്റ്റാർ ഈക്വൽ ടു, സ്ലാഷ് ഈക്വൽ ടു, മോഡ് ഈക്വൽ ടു. എന്താണ് ഇതിൻ്റെ ഉപയോഗം എന്നല്ലേ? ശ്രദ്ധിച്ചോ. നിങ്ങൾ നോക്കിയാടാ, ഇപ്പോൾ ഇവിടെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. എ ഈക്വൽ ടു A+5. എയിലേക്ക് എന്ത് കൂട്ടിയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കണം? 5 കൂട്ടിയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കണം. അപ്പോൾ എ എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു മെമ്മറി ലൊക്കേഷൻ ഉണ്ട്. ആ മെമ്മറി ലൊക്കേഷൻ്റെ ഉള്ളിൽ എന്ത് കിടക്കുന്നുണ്ട്? 10 എന്ന് പറയുന്ന ഒരു വാല്യൂ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 5 കൂടെ കൂട്ടിയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കണം. അപ്പോൾ A+5 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എയിലേക്ക് 5 കൂട്ടും. കൂട്ടിയാൽ എത്രയാണ് കിട്ടുക? 15. ആ 15 ഇവിടെ സ്റ്റോർ ആവുമോ? സ്റ്റോർ ആവണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് കൊടുക്കണം? എ ഈക്വൽ ടു A+5 എന്ന് കൊടുക്കണം. അപ്പോൾ എയിലേക്ക് 5 കൂടെ കൂട്ടും. എന്നിട്ട് ഇവിടെ എന്ത് സ്റ്റോർ ചെയ്യും? 15 എന്ന് സ്റ്റോർ ചെയ്യും. അപ്പോൾ എ ഈക്വൽ ടു A+5 എന്ന് പറയുന്ന ഈ ഒരു എക്സ്പ്രഷന് പകരം നമുക്ക് എന്തിട്ട് കൊടുക്കാം? A+=5 എന്നിട്ട് കൊടുക്കാം. ഇതിനാണ് നമ്മൾ അരിതമെറ്റിക് അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ യൂസ് ചെയ്യുന്നത്. അതേപോലെ A ഈക്വൽ ടു A/10 എന്നതിന് പകരം നമുക്ക് എന്ത് ചെയ്യാം? A/=10 എന്നിട്ട് കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ അടുത്ത് നോക്കിക്കോടാ, A ഈക്വൽ ടു A-10 എന്നുള്ളതിന് പകരം നമുക്ക് എന്തിട്ട് കൊടുക്കാം? A-10 എന്നിട്ട് കൊടുക്കാം. ക്ലിയർ ആണല്ലോ? ഇതിനാണ് അരിതമെറ്റിക് അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. നെക്സ്റ്റിലേക്ക് പോവാം. അടുത്തായിട്ട് പറയുന്നത് ഇൻക്രിമെൻ്റ് ആൻഡ് ഡിക്രിമെൻ്റ് ഓപ്പറേറ്റർ. മക്കളെ പെട്ടെന്ന് പറഞ്ഞുതരാം. എന്താണ് ഇൻക്രിമെൻറ്റും ഡിക്രിമെൻറ്റും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിമ്പിളാണ് പരിപാടി. എന്നിട്ട് നോക്കി കേട്ടോ, ഞാൻ ഒരു വേരിയബിൾ ഉണ്ടാക്കി ഇൻഡിയെ. അതിൽ 10 എന്ന് പറയുന്ന നമ്പർ ഞാൻ സ്റ്റോർ ചെയ്തു. അപ്പോൾ എയിൽ ഇപ്പോൾ എത്രയാണ് ഉള്ളത്? 10 ആണുള്ളത്. എന്നിട്ട് ഞാൻ A++ എന്നിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ എയിലേക്ക് എത്രയാണ് കൂടുക? 1 ആഡ് ചെയ്യപ്പെടും. എത്രയാണ് ആഡ് ചെയ്യുക? 1 ആഡ് ചെയ്യപ്പെടും. അപ്പോൾ എൻ്റെ വാല്യൂ എന്തായിട്ട് മാറും? 11 ആയിട്ട് മാറും. ഇനി അതല്ല A++ എന്നുള്ളതിന് പകരം നമ്മൾ എന്ത് കൊടുത്തു? A- എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ എന്താ സംഭവിക്കുക? എയിൽ നിന്നൊരു വാല്യൂ കുറക്കപ്പെടും. അപ്പോൾ എന്താ ആൻസർ എന്തായിട്ട് മാറും? 9 ആയിട്ട് മാറും. ഇനി ഇതേ സാധനം നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? എങ്ങനെയും കൂടെ എഴുതാൻ പറ്റും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഈ ++ നമുക്ക് ശേഷവും എഴുതാൻ പറ്റും, അതേപോലെ മുൻപും എഴുതാൻ പറ്റും. ശേഷം എഴുതുന്നതിനെ നമ്മൾ പോസ്റ്റ് കൂട്ടിയിട്ടാണ് വിളിക്കുക. എന്താ പേര് വിളിക്കുക? പോസ്റ്റ് ഇൻക്രിമെൻ്റ് എന്ന് ഇയാൾ വിളിക്കും. അപ്പോൾ ഇയാൾ എന്താ പേര് വിളിക്കുക? പോസ്റ്റ് ഡിക്രിമെൻ്റ് എന്ന് ഇയാളെ പേര് വിളിക്കും. ഇയാളെന്താ പേര് വിളിക്കുക? പ്രീ ഇൻക്രിമെൻ്റ് എന്ന് ഇയാളെ പേര് വിളിക്കും. ഇയാളെന്താ പേര് വിളിക്കും? പ്രീ ഡിക്രിമെൻ്റ് എന്ന് പേര് വിളിക്കും. ക്ലിയർ ആണല്ലോ? ഓക്കെ. ഇനി ഈ പ്രീ അല്ലെങ്കിൽ പോസ്റ്റിനെ വിളിക്കുന്ന പേരാണ് പോസ്റ്റ് ഫിക്സ്. എന്താ പേര് വിളിക്കുക? പോസ്റ്റ് ഫിക്സ്. പോസ്റ്റ് ഫിക്സിൻ്റെ ഒരു റൂൾ എന്താണെന്ന് വെച്ചാൽ യൂസ് ദെൻ ചേഞ്ച്. ആദ്യം യൂസ് ചെയ്യുക, അതിന് ശേഷം ചേഞ്ച് ചെയ്യുക എന്നുള്ള കൺസെപ്റ്റാണ് എന്തിൽ വരുന്നത്? പോസ്റ്റ് ഫിക്സിൽ വരുന്നത്. പ്രീഫിക്സ് ആണെങ്കിൽ ചേഞ്ച് ദെൻ യൂസ് എന്നുള്ള കൺസെപ്റ്റാണ് പ്രീഫിക്സിൽ വരുന്നത്. ഇതെന്താണെന്നുള്ളത് ഒരു എക്സാമ്പിൾ സഹിതം നമ്മൾ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പറയും. ഈ ഒരു ടേം നിങ്ങൾ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ പഠിച്ചിരിക്കണം പരീക്ഷയ്ക്ക് എഴുതി കൊടുക്കാൻ വേണ്ടിയിട്ട്. അടുത്ത ഓപ്പറേറ്ററാണ് സൈസ് ഓഫ് ഓപ്പറേറ്റർ. എന്തിനു വേണ്ടിയിട്ടാണ് സൈസ് ഓഫ് ഓപ്പറേറ്റർ യൂസ് ചെയ്യുന്നത്? നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു വേരിയബിൾ അതല്ലെങ്കിൽ ഒരു നമ്പറിൻ്റെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനത്തിൻ്റെ സൈസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് എന്ത്?
സൈസ് ഓഫ് ഓപ്പറേറ്റർ. ഇറ്റ് റിട്ടേൺസ് ദ amount ഓഫ് മെമ്മറി അല്ലെങ്കിൽ സ്പേസ് ഇൻ ബൈറ്റ്. ഏതിലാണ് പ്രിന്റ് ചെയ്യുക? ബൈറ്റിലാണ് പ്രിന്റ് ചെയ്യുക. സോ സൈസ് ഓഫ് ഇൻഡ് എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആൻസർ എന്തായിരിക്കും കിട്ടുക? 4 ആണ് കിട്ടുക. കാരണം ഇൻഡിൻ്റെ സൈസ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. എത്രയായിരുന്നുടാ? 4. നെക്സ്റ്റ്, കണ്ടീഷണൽ ഓപ്പറേറ്റർ. നേരത്തെ പറഞ്ഞു ഓപ്പറേറ്റേഴ്സിൽ നമ്മളോട് ഏറ്റവും കൂടുതൽ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ഓപ്പറേറ്ററാണ് ആര്? കണ്ടീഷണൽ ഓപ്പറേറ്റർ. കണ്ടീഷണൽ ഓപ്പറേറ്ററിൻ്റെ പരിപാടി എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം തന്നെ നമ്മളൊരു കണ്ടീഷൻ കൊടുക്കും. കണ്ടീഷൻ മീൻസ് ഒരു റിലേഷണൽ എക്സ്പ്രഷൻ കൊടുക്കും, ഒരു ടെസ്റ്റ് എക്സ്പ്രഷൻ കൊടുക്കും. അപ്പോൾ ഈ ടെസ്റ്റ് എക്സ്പ്രഷൻ ട്രൂ ആണെങ്കിൽ ഉള്ളത് നമുക്ക് ഇവിടെ കൊടുക്കും. ഇതാണ് ട്രൂ വാല്യൂ. ഈ ടെസ്റ്റ് എക്സ്പ്രഷൻ ട്രൂ ആണെങ്കിൽ ക്വസ്റ്റ്യൻ ചിഹ്നം കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്താണോ കൊടുത്തത് അതവിടെ വർക്കാവും. ഇനി അതിനുശേഷം നമ്മളൊരു കോളൻ ഇട്ടിട്ട് കൊടുക്കുന്ന സാധനമാണ് ആ ടെസ്റ്റ് എക്സ്പ്രഷൻ ഫാൾസ് ആണെങ്കിൽ വർക്കാവുന്ന സാധനം. എന്താണടാ? ആ ടെസ്റ്റ് എക്സ്പ്രഷൻ ഫാൾസ് ആണെങ്കിൽ ഏത് വർക്കാവും? ഇതും വർക്കാവും. അപ്പോൾ നമ്മളുടെ ഒരു റിയൽ പ്രോഗ്രാമിംഗ് സിറ്റുവേഷൻ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും പരിപാടി വരിക? മാർക്ക് ഗ്രേറ്റർ ദാൻ 30 ആണെങ്കിൽ ജസ്റ്റ് പാസ്ഡ് എന്ന് കൊടുത്താൽ മതിയോ? പോരാ. പ്രിന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് കൊടുക്കേണ്ടി വരും? സി ഔട്ട് എന്ന് പറഞ്ഞിട്ട് കൊടുക്കണം. സി ഔട്ട് പാസ്ഡ് എന്ന് കൊടുക്കുക. അതേപോലെ അതല്ലെങ്കിൽ, അതായത് ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തിട്ടില്ലെങ്കിൽ എന്ത് വേണം? ഫെയിൽഡ് എന്ന് പ്രിന്റ് ചെയ്യണം. പ്രിന്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന കീവേഡ് ഏതാടാ? കീവേഡല്ല, നമ്മൾ യൂസ് ചെയ്യുന്ന വേർഡാണ് സി ഔട്ട് എന്ന് പറയുന്നത്. സി ഔട്ടിൽ നമ്മൾ എന്ത് കൊടുത്തു? ഫെയിൽഡ് എന്ന് കൊടുത്തു. ക്ലിയർ ആണല്ലോ? ഇതാണ് എക്സാമ്പിളായിട്ട് നിങ്ങൾ എഴുതി കൊടുക്കേണ്ടത്. ഓക്കെ അല്ലേ? നമുക്ക് ഓപ്പറേറ്റേഴ്സിൻ്റെ പരിപാടി ഇതോടുകൂടി തീർന്നു. അപ്പോൾ എത്ര ഓപ്പറേറ്റേഴ്സ് നമ്മൾ പഠിച്ചത്? 9 ഓപ്പറേറ്റേഴ്സാണ് പഠിച്ചത്. ഓപ്പറേറ്റേഴ്സിൽ നിങ്ങൾ പ്രത്യേകം ഓർത്തിരിക്കേണ്ട, പ്രധാനമായിട്ടും നിങ്ങൾ പഠിച്ചിരിക്കേണ്ട ആളാണ് ലോജിക്കൽ ഓപ്പറേറ്റർ, അതുപോലെ കണ്ടീഷണൽ, അതുപോലെ ഇൻക്രിമെൻറ്റ് ആൻഡ് ഡിക്രിമെൻറ്റ്. ഈ 3 ആളെ പറ്റിയിട്ടാണ് ഏറ്റവും കൂടുതൽ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളത്. അതുപോലെ അരിതമെറ്റിക് അസൈൻമെൻറ്റും. നെക്സ്റ്റ് ആണ് പ്രസീഡൻസ് ഓഫ് ഓപ്പറേറ്റർ. എന്താണ് ഈ പ്രസീഡൻസ് ഓഫ് ഓപ്പറേറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, കണ്ടമാനം ഓപ്പറേറ്റേഴ്സ് വരിക്ക് നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ ആ ഓപ്പറേറ്റേഴ്സിൽ ഏതാണ് ആദ്യം ചെയ്യേണ്ടത് എന്നുള്ളൊരു ഓർഡർ ഉണ്ടാവുമല്ലോ. നമ്മൾ മാത്സിൽ പഠിച്ചിട്ടുണ്ട് ബോർഡ് മാസ് റൂൾ എന്ന് പറഞ്ഞിട്ട്. അതേപോലെ ഇവിടെയും റൂൾ ഉണ്ട്. അതിനെയാണ് നമ്മൾ പ്രസീഡൻസ് ഓഫ് ഓപ്പറേറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ദ ഓർഡർ ഇൻ വിച്ച് ദ ഓപ്പറേഷൻസ് ആർ പെർഫോംഡ് ഇൻ ആൻ എക്സ്പ്രഷൻ. അതിൻ്റെ ഓർഡർ ഏതാണ്? ആദ്യം ബ്രാക്കറ്റ്, പിന്നെ ഇൻക്രിമെൻറ്റ്, ഡിക്രിമെൻറ്റ്, അതുപോലെ ലോജിക്കൽ നോട്ട്, യൂനറി പ്ലസ്, യൂനറി മൈനസ്, സൈസ് ഓഫ്, സ്റ്റാർ സ്ലാഷ് മോഡ് പ്ലസ് മൈനസ്. ഇതാണ് അതിൻ്റെ ഓർഡർ. ഓർഡർ ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. എന്താണ് പ്രസിഡൻസ് ഓഫ് ഓപ്പറേറ്റർ എന്നുള്ളത് മനസ്സിലാക്കുകയും ചെയ്യുക. അടുത്തതാണ് എക്സ്പ്രഷൻസ്. എന്താണടാ? എക്സ്പ്രഷൻസ്. എക്സ്പ്രഷൻസ് എന്ന് പറഞ്ഞാൽ എന്താടാ? കോമ്പിനേഷൻ ഓഫ് ഓപ്പറേറ്റേഴ്സ് ആൻഡ് ഓപ്പറൻറ്റ്. എന്താണ്? കോമ്പിനേഷൻ ഓഫ് ഓപ്പറേറ്റേഴ്സ് ആൻഡ് ഓപ്പറൻസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എക്സ്പ്രഷൻ. എത്ര ടൈപ്പ് എക്സ്പ്രഷൻ ഉണ്ട്? ഫസ്റ്റ് ടൈപ്പ് എക്സ്പ്രഷൻ ആണ് അരിതമെറ്റിക് എക്സ്പ്രഷൻ. ഏതാടാ? അരിതമെറ്റിക് എക്സ്പ്രഷൻ. അപ്പോൾ അരിതമെറ്റിക് എക്സ്പ്രഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും? കോമ്പിനേഷൻ ഓഫ് അരിതമെറ്റിക് ഓപ്പറേറ്റർ ആൻഡ് ഓപ്പറൻറ്റ്. കോമ്പിനേഷൻ ഓഫ് അരിതമെറ്റിക് ഓപ്പറേറ്റർ ആൻഡ് ഓപ്പറൻറ്റിനെയാണ് നമ്മൾ എന്ത് പേര് വിളിക്കുക? അരിതമെറ്റിക് എക്സ്പ്രഷൻ എന്ന് പേര് വിളിക്കുക. ഈ അരിതമെറ്റിക് എക്സ്പ്രഷനെ നമ്മൾ എത്രണ്ണായിട്ട് ക്ലാസ് ചെയ്തിട്ടുണ്ട്? 3 എണ്ണമായിട്ട് ക്ലാസ് ചെയ്തിട്ടുണ്ട്. എന്തായിട്ടും ക്ലാസ് ചെയ്തിട്ടുണ്ടാ? 3 എണ്ണമായിട്ട്. ഇതിൽ ഓപ്പറേറ്റർ ആര് തന്നെയാണ്? അരിതമെറ്റിക് ഓപ്പറേറ്റർ തന്നെയാണ്. ഇനി ഓപ്പറൻറ്റ് ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞല്ലോ. ആ ഓപ്പറൻറ്റ് ഇൻഡിജർ ആണെങ്കിൽ അതിനെ നമ്മൾ എന്ത് പേര് വിളിക്കും? ഇൻഡിജർ എക്സ്പ്രഷൻ എന്ന് പേര് വിളിക്കും. ആ ഓപ്പറൻറ്റ് ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പർ ആണെങ്കിൽ, അല്ലെങ്കിൽ റിയൽ നമ്പർ ആണെങ്കിൽ അയാളെ നമ്മൾ എന്ത് പേര് വിളിക്കും? ഫ്ലോട്ടിംഗ് പോയിന്റ് എക്സ്പ്രഷൻ എന്ന് പേര് വിളിക്കും. ആ സാധനം കോൺസ്റ്റന്റ് ആണെങ്കിൽ അതിനെ നമ്മൾ എന്ത് പേര് വിളിക്കും? കോൺസ്റ്റന്റ് എക്സ്പ്രഷൻ എന്ന് പേര് വിളിക്കും. എന്താണ് കോൺസ്റ്റന്റ് എന്നല്ലേ? ഇത് അങ്ങോട്ട് നോക്കി, 2+5 എന്ന് പറയുന്നതാണ് കോൺസ്റ്റന്റ് എന്ന് പറയുന്നത്. 2ൻ്റെ വാല്യൂ 5ൻ്റെ വാല്യൂ മാറില്ല. നേരെ മറിച്ച് ഈ ഇൻഡിജർ എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ x+y ആണ്. എക്സ് ഒരു ഇൻറ്റിജർ വാല്യൂ ആണ്, വൈ ഒരു ഇൻറ്റിജർ വാല്യൂ ആണെന്നുണ്ടെങ്കിൽ ഇതിനെയാണ് നമ്മൾ ഇൻറ്റിജർ എക്സ്പ്രഷൻ എന്ന് പറയുക. ഇനി അതേപോലെ ഫ്ലോട്ട് എക്സ്പ്രഷൻ അല്ലേ ചോദിച്ചത്? a+b, എയും എൻ്റെയും അതുപോലെ ബിൻ്റെയും ഡാറ്റ ടൈപ്പ് ഫ്ലോട്ട് ആണെന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പേര് വിളിക്കുക? ഫ്ലോട്ടിംഗ് പോയിന്റ് എക്സ്പ്രഷൻ എന്ന് പേര് വിളിക്കുക. ക്ലിയർ ആണല്ലോ? റെഡി. നെക്സ്റ്റ് അടുത്തതാണ് റിലേഷണൽ എക്സ്പ്രഷൻ. അപ്പോൾ റിലേഷണൽ എക്സ്പ്രഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും? കോമ്പിനേഷൻ ഓഫ് റിലേഷണൽ ഓപ്പറേറ്റർ ആൻഡ് ഓപ്പറൻറ്റ്. കോമ്പിനേഷൻ ഓഫ് റിലേഷണൽ ഓപ്പറേറ്റർ ആൻഡ് ഓപ്പറൻറ്റ് ആണ് എന്തെന്ന് പറയുന്നത്? റിലേഷണൽ എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. ഈ റിലേഷണൽ എക്സ്പ്രഷൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ദ റിസൾട്ട് വിൽ ബി എയ്തർ ട്രൂ ഓർ ഫാൾസ്. ഒന്നെങ്കിൽ ട്രൂ ആയിരിക്കും അല്ലെങ്കിൽ ഫാൾസ് ആയിരിക്കും. അടുത്തതാണ് ലോജിക്കൽ എക്സ്പ്രഷൻ. ലോജിക്കൽ എക്സ്പ്രഷൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡെഫിനിഷൻ ഒന്ന് പറയാൻ നോക്കിയാടാ. എന്താണ്? കോമ്പിനേഷൻ ഓഫ് ലോജിക്കൽ ഓപ്പറേറ്റർ ആൻഡ് ഓപ്പറൻറ്റ് ആണ് എന്തെന്ന് പറയുന്നത്? എന്ത് പറയുന്നത്? ലോജിക്കൽ എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. ഇവിടെയും എന്താണ് പ്രത്യേകത? റിസൾട്ട് വിൽ ബി എയ്തർ ട്രൂ ഓർ ഫാൾസ്. ഒന്നെങ്കിൽ ട്രൂ ആയിരിക്കും അല്ലെങ്കിൽ ഫാൾസ് ആയിരിക്കും. സോ അടുത്ത ആളിലേക്ക് പോവാം. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആളാണ് ടൈപ്പ് കൺവേർഷൻ. ആരാടാ? ടൈപ്പ് കൺവേർഷൻ. ഏതാണ്? ടൈപ്പ് കൺവേർഷൻ. കൺവേർഷൻ ഓഫ് ദ ഡാറ്റ ടൈപ്പ് ഓഫ് ആൻ ഓപ്പറൻറ്റ് ടു അനദർ. ഒരു ഡാറ്റ ടൈപ്പ്, ഒരു ഓപ്പറൻറ്റിൻ്റെ ഡാറ്റ ടൈപ്പിനെ മറ്റൊന്നിലേക്ക് മാറ്റുന്ന പരിപാടിക്ക് പറയുന്ന പേരാണ് കൺവേർഷൻ ഓഫ് ദ ഡാറ്റ ടൈപ്പ് ഓഫ് ആൻ ഓപ്പറൻറ്റ് ടു അനദർ ഈസ് കോൾഡ് ടൈപ്പ് കൺവേർഷൻ. ക്ലിയർ ആണല്ലോ? അതായത് ഇൻറ്റിനെ പിടിച്ചിട്ട് എന്താക്കി മാറ്റുക? ഫ്ലോട്ടാക്കി മാറ്റുക. ഫ്ലോട്ടിനെ പിടിച്ചിട്ട് എന്താക്കുക? ഇൻറ്റാക്കി മാറ്റുക. ഈ പരിപാടിക്കാണ് നമ്മൾ എന്ത് വരിക?
ടൈപ്പ് കൺവേർഷൻ എന്ന പേര് പറയുന്നത്. 2 ടൈപ്പ് കൺവേർഷനാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഫസ്റ്റ് വൺ ഇംപ്ലിമെൻറ്റ് ടൈപ്പ് കൺവേർഷൻ, അതുപോലെ എക്സ്പ്ലിസിറ്റ് ടൈപ്പ് കൺവേർഷൻ. അത് എന്തൊക്കെയാണ്? ഇംപ്ലിസിറ്റ് ടൈപ്പ് കൺവേർഷൻ ഉണ്ട്, അതുപോലെ എക്സ്പ്ലിസിറ്റ് ടൈപ്പ് കൺവേർഷൻ ഉണ്ട്. ഇംപ്ലിസിറ്റ് ടൈപ്പ് കൺവേർഷനെ പറയുന്ന മറ്റൊരു പേരാണ് ടൈപ്പ് പ്രൊമോഷൻ. എന്തുകൊണ്ടാണ് ടൈപ്പ് പ്രൊമോഷൻ എന്ന് പേര് പറയുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ളൊരു ഉത്തരം ഞാൻ തരാം. എന്തുകൊണ്ടാണ് ടൈപ്പ് പ്രൊമോഷൻ എന്ന് പറയുന്നത് എന്നല്ലേ. ടൈപ്പ് പ്രൊമോഷൻ എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ഡൺ ബൈ കമ്പൈലർ. ഇത് ആരാണ് ചെയ്യുന്നത്? കമ്പൈലർ ആണ് ചെയ്യുന്നത്. ആൻഡ് ദ കൺവേർഷൻ ഈസ് ഫ്രം ലോവർ ഡാറ്റ ടൈപ്പ് ടു ഹയർ ഡാറ്റ ടൈപ്പ്. എപ്പോഴും കൺവേർഷൻ കൊടുക്കുക കാരണം ലോവറിന്ന് ഹയർക്കായിരിക്കും. അതായത് ഇൻറ്റിജറിനെ ഫ്ലോട്ട് ആക്കുക, ഫ്ലോട്ടിനെ ഡബിൾ ആക്കുക. ഈ പരിപാടിയാണ് എന്തെന്ന് പറയുന്നത്? ഇംപ്ലിസിറ്റ് ടൈപ്പ് കൺവേർഷൻ. ചെറുതെന്ന് വലുതുക്കാണല്ലോ പോകുന്നത്. അതുകൊണ്ടാണ് ഇയാൾക്ക് എന്ത് പേര് വന്നത്? ടൈപ്പ് പ്രൊമോഷൻ എന്ന് പേര് വന്നത്. ക്ലിയർ ആണല്ലോ. അപ്പോൾ ഈ ഒരു എക്സാമ്പിൾ പഠിച്ചു വെക്കുക. 5/2 5/2 എന്ന് നമ്മൾ C++ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആൻസർ 2 മാത്രമാണ് കിട്ടുക. എന്ത് കിട്ടത്തില്ല? 2.5 കിട്ടത്തില്ല. നേരെ മറിച്ച് 5/2.0 എന്ന് ചെയ്തിട്ടുണ്ടെങ്കിൽ 5ൻ്റെ ഡാറ്റ ടൈപ്പ് ഇവിടെ എന്താണ്? 5 എന്ന് പറയുന്നത് ഇവിടെ ഇൻറ്റിജർ വാല്യൂ ആണ്, ഇയാൾ എന്ന് പറയുന്നത് ഫ്ലോട്ട് വാല്യൂ ആണ്. അപ്പോൾ നമുക്ക് ആൻസർ 2.5 ആയിരിക്കും കിട്ടുക. ആൻസർ എന്തായിട്ട് മാറും? ഒരു ഫ്ലോട്ട് വാല്യൂ ആയിട്ട് ആൻസർ മാറും. എന്തായിട്ട് മാറും? ഫ്ലോട്ട് വാല്യൂ ആയിട്ട്. അപ്പോൾ ഈ ഒരു ഇൻറ്റിജർ വാല്യൂ ആണല്ലോ നമ്മൾ കൊടുത്തിട്ടുള്ളത് ഇൻപുട്ടായിട്ട്. അതിന് നമുക്ക് എന്തായിട്ടാണ് തന്നത്? ഫ്ലോട്ട് ആയിട്ടാണ് തന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇവിടെ ഇംപ്ലിസിറ്റ് ടൈപ്പ് കൺവേർഷൻ നടന്നു എന്ന് പറയുന്നത്. അത് ചെയ്യുന്നത് ആരാണ്? കമ്പൈലർ ആണ് ചെയ്യുന്നത്, നമ്മളല്ല ചെയ്യുന്നത്. അത് മനസ്സിലാക്കി വെക്കുക. അതിനെയാണ് നമ്മൾ ടൈപ്പ് പ്രൊമോഷൻ എന്ന് വിളിക്കുന്നത്. നെക്സ്റ്റ് ആണ് എക്സ്പ്ലിസിറ്റ് ടൈപ്പ് കൺവേർഷൻ. അതിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് ടൈപ്പ് കാസ്റ്റിംഗ്. ടൈപ്പ് കാസ്റ്റിംഗ്. ദിസ് ഈസ് ഡൺ ബൈ പ്രോഗ്രാമർ. ആരാണ് ചെയ്യുന്നത്? പ്രോഗ്രാമറാണ് ചെയ്യുന്നത്. കമ്പൈലർ അല്ല ചെയ്യുന്നത്, നമ്മളാണ് ചെയ്യുന്നത്. നമ്മളല്ലേ പ്രോഗ്രാമർമാർ. സോ എക്സ്പ്ലിസിറ്റ്ലി ആൻഡ് കൺവേർഷൻ ക്യാൻ ബി ടു എനി ഡാറ്റ ടൈപ്പ്. എങ്ങോട്ടും മാറ്റാം, നമ്മളെ ഇഷ്ടമാണ് മാറ്റൽ. ഇവിടുത്തെ പോലെ ലോവർന്ന് ഹയർക്ക് മാത്രം അങ്ങനെ പരിപാടിയൊന്നും ഇവിടെ ഇല്ല. എങ്ങനെയാണ് ചെയ്യേണ്ടത്? 5/2 ഇവിടെ എന്ത് കൊടുത്തു? ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ ഇയാളിപ്പോൾ എന്തിലാണ് ഉള്ളത്? ഇയാളുടെ ഡാറ്റ ടൈപ്പ് എന്താടാ? ഫ്ലോട്ടല്ലേ ഇയാളുടെ ഡാറ്റ ടൈപ്പ്. ഇയാളെ ഫ്ലോട്ടിൽ നിന്നും എന്തിലേക്ക് മാറ്റണം? ഇൻറ്റിലേക്ക് മാറ്റിയിട്ട് വേണം കൺവേർഷൻ നടത്താൻ. അതിന് വേണ്ടിയിട്ട് ബ്രാക്കറ്റിൽ എന്ത് കൊടുത്തു? ഇൻഡി എന്ന് കൊടുത്തിട്ടാണ് കൺവേർഷൻ നടത്തുന്നത്. ഇതിനെയാണ് എക്സ്പ്ലിസിറ്റ് ടൈപ്പ് കൺവേർഷൻ എന്ന് പറയുന്നത്. പൊന്നു മക്കളെ, ഈ സാധനം ഇതുപോലെ പഠിച്ചു വെച്ചോ, പരീക്ഷയ്ക്ക് വരും. ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ് അടുത്തതാണ് സ്റ്റേറ്റ്മെൻറ്റ്സ്. നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞത് എക്സ്പ്രഷൻസ് ആണ്. നെക്സ്റ്റ് ആണ് നമുക്ക് എന്താണ് പഠിക്കാനുള്ളത്? സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് അടുത്തായിട്ട് പഠിക്കാനുള്ളത്. സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? സ്മാളസ്റ്റ് എക്സിക്യൂട്ടബിൾ യൂണിറ്റ് ഓഫ് എ പ്രോഗ്രാം. ഒരു പ്രോഗ്രാമിലെ ഏറ്റവും ചെറിയ എക്സിക്യൂട്ടബിൾ ആയിട്ടുള്ള യൂണിറ്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സ്റ്റേറ്റ്മെൻറ്റ് എന്ന് വിളിക്കുന്നത്. ഈ സ്റ്റേറ്റ്മെൻറ്റുകളെല്ലാം അവസാനിക്കുക എന്ത് വെച്ചിട്ടാണ്? സെമികോളൻ വെച്ചിട്ടാണ്. C++ സ്റ്റേറ്റ്മെൻറ്റ്സ് എൻഡ്സ് വിത്ത് സെമികോളൻ. അതുകൊണ്ടാണ് നമ്മൾ എല്ലാ സ്റ്റേറ്റ്മെൻറ്റും അവസാനം കൊണ്ടേക്കാണ്ട് നമ്മൾ എന്തിട്ട് അവസാനിപ്പിക്കുന്നത്? സെമികോളനിട്ട് അവസാനിപ്പിക്കുന്നത്. നമുക്ക് പഠിക്കാനുള്ളത് 4 ടൈപ്പ് സ്റ്റേറ്റ്മെൻ്റ് ആണ് നമുക്ക് പ്രധാനമായിട്ടും പഠിക്കാനുള്ളത്. ഫസ്റ്റ് വൺ ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെൻറ്റ്. എന്താണ് ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ? സ്പെസിഫൈ ദ ടൈപ്പ് ഓഫ് ഡാറ്റ ദാറ്റ് വിൽ ബി സ്റ്റോർഡ് ഇൻ എ വേരിയബിൾ. ഒരു വേരിയബിളിൽ സ്റ്റോർ ചെയ്യാൻ പോകുന്ന ഡാറ്റേൻ്റെ സൈസ് ഏത് ഡാറ്റയാണെന്ന് സ്പെസിഫൈ ചെയ്യുക. എന്താണെന്നല്ലേ? എക്സാമ്പിൾ ഇവിടെ നോക്കിക്കോടാ. എക്സാമ്പിൾ ഞാനിപ്പോൾ ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തു, ഇൻറ്റ് നം എന്ന് പറഞ്ഞിട്ട്. അതായത് നം എന്ന് പറയുന്ന ഒരു വേരിയബിളിൻ്റെ ഉള്ളിൽ സ്റ്റോർ ചെയ്യാൻ പോകുന്ന ഡാറ്റേൻ്റെ ടൈപ്പ് എന്താണെന്ന് നമ്മളിപ്പോൾ പറഞ്ഞു കൊടുത്തത്? ഇൻറ്റ് ആണെന്നല്ലേ പറഞ്ഞു കൊടുത്തത്? അതാണ് ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അടുത്തതാണ് അസൈൻമെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ്. അതായത് ഒരു വേരിയബിളിലേക്ക് വാല്യൂ കൊടുക്കുന്ന പരിപാടിക്കാണ് അസൈൻമെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. അവിടെ ഏത് ഓപ്പറേറ്റർ ഉണ്ടായിരിക്കും? അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ ആയിട്ടുള്ള നമ്മളുടെ ഈക്വൽ ടു അവിടെ ഉണ്ടായിരിക്കും, ഉറപ്പാണ്. സോ ഇറ്റ് സ്റ്റോർസ് എ വാല്യൂ ഇൻ ടു എ വേരിയബിൾ. നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് വേണ്ടിയിട്ട് ഒരു സാധനം കൂടെ ഞാൻ പറഞ്ഞുതരാം. ഇനീഷ്യലൈസേഷൻ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇനീഷ്യലൈസേഷൻ എന്താണ്? ഇനീഷ്യലൈസേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനീഷ്യലൈസേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഇൻറ്റ് എ ഈ പരിപാടിക്കാണ് നമ്മൾ എന്ത് പേര് പറയുക? ഡിക്ലറേഷൻ എന്ന് പേര് പറയുന്നത് നമ്മൾ പറഞ്ഞു. ഈ എയിലേക്ക് ഞാൻ 10 എന്ന് പറയുന്ന വാല്യൂ സ്റ്റോർ ചെയ്യാണ്. സോ ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡിക്ലറേഷൻ. ഈ എ ഈക്വൽ ടു 10 എന്ന് പറഞ്ഞാൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? വാല്യൂ അസൈൻ ചെയ്യുക, അസൈൻമെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ്. ഇതിനെ മൊത്തത്തിൽ നമ്മൾ വിളിക്കുന്ന പേരാണ്. അതായത് ഡിക്ലറേഷനും അസൈൻമെൻറ്റും ഒരുമിച്ച് വരികയാണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ പറയുന്ന പേരാണ് ഇനീഷ്യലൈസേഷൻ എന്ന് പറയുന്നത്. അടുത്തതാണ് ഇൻപുട്ട് സ്റ്റേറ്റ്മെൻറ്റ്. എന്താണ് ഇൻപുട്ട് സ്റ്റേറ്റ്മെൻറ്റ്? സ്പെസിഫൈസ് ആൻ ഇൻപുട്ട് ഓപ്പറേഷൻ. ഒരു ഇൻപുട്ട് ഓപ്പറേഷൻ സ്പെസിഫൈ ചെയ്യുന്നതിനാണ് ഇൻപുട്ട് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് വിളിക്കുന്നത്. അടുത്തതാണ് ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെൻറ്റ്. എന്താണ്? സ്പെസിഫൈസ് ആൻ ഔട്ട്പുട്ട് ഓപ്പറേഷൻ. അതായത് ഇൻപുട്ട് സ്റ്റേറ്റ്മെൻറ്റിൽ ആരുണ്ടായിരിക്കും? സീനും ഉണ്ടാവും, ഒരു ഇൻപുട്ട് ഓപ്പറേറ്ററും ഉണ്ടാവും. സി ഔട്ട് ഇവിടെ ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെൻറ്റ് ആണെങ്കിൽ സി ഔട്ട് ഉണ്ടാവും, ഒരു ഔട്ട്പുട്ട് ഓപ്പറേറ്ററും ഉണ്ടാവും. എക്സാമ്പിൾ എഴുതി കൊടുക്കണം മക്കളെ, മറക്കരുത്. നെക്സ്റ്റ് പോർഷനിലേക്ക് നമുക്ക് പോവാം. ഗൈഡ് ലൈൻസ് ഫോർ കോഡിങ്. കോഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് കോഡ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത്? നോക്കാം. യൂസ് സ്യൂട്ടബിൾ നെയിമിംഗ് കൺവെൻഷൻസ് ഫോർ ഐഡൻറ്റിഫയേഴ്സ്. ഐഡൻറ്റിഫയേഴ്സിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള നെയിമിംഗ് കൺവെൻഷൻസ് യൂസ് ചെയ്യുക. എന്താ സംഭവം എന്നല്ലേ? ഇത്ര ഉള്ളു പരിപാടി. ഇങ്ങോട്ട് നോക്കിയടാ, നിങ്ങൾ 3 നമ്പറിൻ്റെ സമ്മും ആവറേജും കാണാനുള്ള പ്രോഗ്രാം കാണാമെന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾ വേരിയബിൾ ഡിക്ലെയർ ചെയ്യും. എങ്ങനെയാണ്? A B C D E
5 വേരിയബിൾ നിങ്ങൾ ഡിക്ലെയർ ചെയ്ത് വെച്ചു. ഇത് എന്തിനൊക്കെ വേണ്ടിയിട്ടാണ്? ഈ സാധനം ഈ കാണുന്ന 3 നമ്പർ സ്റ്റോർ ചെയ്യാനും ഇത് സമ്മ് സ്റ്റോർ ചെയ്യാനും ഇത് ആവറേജ് സ്റ്റോർ ചെയ്യാനും വേണ്ടിയിട്ടാണ്. ഇതിപ്പോൾ കാണുന്ന ഒരാൾക്ക് തിരിയോ ഇതിൽ ഏതിനൊക്കെ സ്റ്റോർ ചെയ്യാനുള്ളതെന്നുള്ളത് മനസ്സിലാവില്ലല്ലോ. ഇനി ഇങ്ങോട്ട് നോക്കിയേ, ഇങ്ങനെ ഡിക്ലെയർ ചെയ്തു എന്ന് വിചാരിക്കുക. ഇൻറ്റ് num1 അതുപോലെ num2 അതുപോലെ num3 അതുപോലെ സമ്മ് അതുപോലെ AVG ഇങ്ങനെ ഡിക്ലെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് കാണുന്ന ഒരാൾക്ക് മനസ്സിലാവില്ല അതിലെന്താ സ്റ്റോർ ചെയ്യാൻ പോകുന്നത് എന്നുള്ളത്. അതുകൊണ്ടാണ് എന്ത് പറഞ്ഞത്, യൂസ് സ്യൂട്ടബിൾ നെയിമിംഗ് കൺവെൻഷൻ എന്ന് പറഞ്ഞത്. അടുത്ത എന്താണ് പറയുന്നത്, യൂസ് ക്ലിയർ ആൻഡ് സിമ്പിൾ എക്സ്പ്രഷൻ. സിമ്പിൾ ആക്കുക, കോംപ്ലിക്കേറ്റഡ് ആക്കരുത്. നെക്സ്റ്റ് യൂസ് കമൻസ് വേറെവർ ഈസ് നീഡഡ്. എവിടേക്ക് കമൻറ്റ് വേണോ അവിടെയൊക്കെ കമൻറ്റ് കൊണ്ട് ഇട്ട് കൊടുക്കുക. അതുപോലെ ഗിവ് പ്രോപ്പർ ഐഡൻറ്റേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്രോഗ്രാം എഴുതുന്ന സമയത്ത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലൊക്കെ പ്രോഗ്രാമിൽ നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും, ബ്രാക്കറ്റൊക്കെ ഓപ്പൺ ആക്കിയതിന് ശേഷം പിന്നെ ഇവിടെ നിൽക്കാൻ പ്രോഗ്രാം തുടങ്ങുക. അങ്ങനെ ഒരു സ്പേസ് ഇട്ട് പോകുന്ന പരിപാടി ഉണ്ടല്ലോ, അതിനെയാണ് നമ്മൾ ഐഡൻറ്റേഷൻ എന്ന് വിളിക്കുന്നത്. നെക്സ്റ്റ് ആണ് കമൻസ്. എന്താണ് കമൻസ് എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. സോ കമൻസ് ആണ് അടുത്തായിട്ട് നോക്കാൻ പോകുന്നത്. ലൈൻസ് ഇൻ എ കോഡ് ദാറ്റ് ആർ ആഡഡ് ടു ഡിസ്ക്രൈബ് ദ പ്രോഗ്രാം. പ്രോഗ്രാമിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന, പ്രോഗ്രാമിൻ്റെ ഉള്ളിൽ ആഡ് ചെയ്യുന്ന സാധനം, അതായത് നമ്മുടെ സോഴ്സ് കോഡിൽ ആഡ് ചെയ്യുന്ന സാധനത്തിനെയാണ് നമ്മൾ എന്ത് പേര് വിളിക്കുന്നത്, കമൻസ് എന്ന് വിളിക്കുന്നത്. ഇറ്റ് പ്രൊവൈഡ്സ് ഫോർ ഇൻറ്റേർണൽ ഡോക്യുമെൻറ്റേഷന് വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഇതൊരു നോൺ എക്സിക്യൂട്ടബിൾ പാർട്ടാണ്. എന്തല്ല, എക്സിക്യൂട്ടബിൾ പാർട്ടല്ല. അതായത് നമ്മളൊരു പ്രോഗ്രാം എഴുതിയിട്ടുണ്ടെങ്കിൽ ആ പ്രോഗ്രാമിനെ എന്തിലേക്ക് കൺവേർട്ട് ചെയ്യും, മെഷീൻ ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യുമല്ലോ. ആര്, കമ്പൈലർ കൺവേർട്ട് ചെയ്യും. ആ കൺവേർട്ട് ചെയ്യുക എന്ന് പറയുന്ന പരിപാടി ആർക്ക് ബാധകമല്ല, കമൻസിന് ബാധകമല്ല. മൂപ്പരവിടെ സൈഡിൽ ഇരുന്നോളൂ. ക്ലിയർ ആണല്ലോ. മൂപ്പരെ എന്തിലേക്ക് കൺവേർട്ട് ചെയ്യത്തില്ല, മെഷീൻ ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യില്ല. നോൺ എക്സിക്യൂട്ടബിൾ പാർട്ടാണ്. ദർ ആർ 2 ways to write comments in C++. 2 രൂപത്തിൽ കമൻറ്റ് എഴുതാൻ പറ്റും. ഒന്നാണ് സിംഗിൾ ലൈൻ കമൻറ്റ് എഴുതാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഡബിൾ സ്ലാഷ്. അപ്പോൾ ഡബിൾ സ്ലാഷ് ഇട്ടിട്ട് നിങ്ങൾക്ക് ഒരു വരി മാത്രമേ എഴുതാൻ പാടുള്ളൂ. തൊട്ട താഴേക്ക് വരിക്ക് പോയിട്ടുണ്ടെങ്കിൽ അത് പ്രശ്നമാവും. അപ്പോൾ മൾട്ടിപ്പിൾ ലൈൻസ് നിങ്ങൾക്ക് എഴുതാനുണ്ടെങ്കിലോ അത് എഴുതാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഒരു സ്ലാഷ് ഇടുക, പിന്നെ സ്റ്റാർ ഇടുക. അതിനുശേഷം നിങ്ങൾക്ക് എത്ര വരി വേണോ അത്രയും വരി എഴുതിയിട്ട് പിന്നെ എവിടെയാണോ അവസാനിക്കുന്നത് അവിടെ സ്റ്റാർ ഇട്ടതിന് ശേഷം സ്ലാഷ് ഇട്ട് കൊടുക്കുക. ഇതാണ് മൾട്ടി ലൈൻ കമൻറ്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ. സോ നമുക്ക് നേരെ കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ പറയുന്നത് എന്താണ്, ബ്രീഫ്ലി എക്സ്പ്ലെയിൻ അബൌട്ട് ഫണ്ടമെന്റൽ ഡാറ്റ ടൈപ്പ് ഇൻ C++. അപ്പോൾ മക്കളെ എങ്ങനെ ചോദ്യം വന്നിട്ടുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് 3 മാർക്കിനൊക്കെ ആയിരിക്കും ചോദിച്ചിട്ടുണ്ടാവുക. ആദ്യം എന്താണ് ഡാറ്റ ടൈപ്പ് എന്ന് എഴുതി കൊടുക്കുക. അത് കഴിഞ്ഞതിന് ശേഷം എന്താണ് ഫണ്ടമെന്റൽ ഡാറ്റ ടൈപ്പ് എന്ന് എഴുതുക. അത് കഴിഞ്ഞതിന് ശേഷം 5 ഫണ്ടമെന്റൽ ഡാറ്റ ടൈപ്പിൻ്റെ ഒരു ടേബിൾ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ആ ടേബിൾ അതുപോലെ അങ്ങോട്ട് വരച്ചു കൊടുത്തു പരീക്ഷയ്ക്ക്. അപ്പോൾ വീണ്ടും പറയാണ്, C++ൽ നമുക്ക് എല്ലാവർക്കും കമ്പ്യൂട്ടർ സയൻസിൽ നമുക്ക് എല്ലാവർക്കും ആ ഒരു 45 to 55 മാർക്ക് കിട്ടും. ഫുൾ മാർക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ചധികം പേപ്പറിൽ എഴുതി കൊടുത്തെങ്കിലേ നമുക്ക് മാർക്ക് കിട്ടുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് നിങ്ങളോട് ചോദിച്ച സാധനത്തിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തുള്ള സാധനം കൂടെ എഴുതണമെന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ ഡാറ്റ ടൈപ്പ് ഡസ് നോട്ട് റിക്വയർഡ് എനി മെമ്മറി സ്പേസ് ആവശ്യമില്ലാത്ത ആൾ ആരാടാ, വോയിഡ് അല്ലേ. വോയിഡിനല്ല മെമ്മറി സ്പേസ് ആവശ്യമില്ലാത്ത ആൾ. അടുത്ത ആരാടാ, ഡാഷ് ഓപ്പറേറ്റർ ഓപ്പറേറ്റ്സ് ഓൺ എ സിംഗിൾ ഓപ്പറൻറ്റ്. ഒരു സിംഗിൾ ഓപ്പറൻറ്റിൻ്റെ മേലെ ഓപ്പറേറ്റ് ചെയ്യുന്ന ആളാരാടാ, യൂണറി ഓപ്പറേറ്റർ അല്ലേ. സിംഗിൾ ഓപ്പറൻറ്റിൻ്റെ മേലെ. അപ്പോൾ 2 ഓപ്പറൻറ്റിൻ്റെ മേലെ ഓപ്പറേറ്റ് ചെയ്യുന്ന ആളാരാ, ബൈനറി. 3 ആണെങ്കിലോ ടേണറി എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. റൈറ്റ് ദ വാല്യൂ റിട്ടേൺഡ് ബൈ ദ ഫോളോയിങ് C++ എക്സ്പ്രഷൻ. താഴെ തന്നിട്ടുള്ള C++ എക്സ്പ്രഷൻ റിട്ടേൺ ചെയ്യുന്ന വാല്യൂ എന്താണെന്നുള്ളതാണ് ചോദിക്കുന്നത്. എക്സിൻ്റെ വാല്യൂ 10 ആണ്, വൈൻ്റെ വാല്യൂ 20 ആണ്. ഇവിടെ നോക്കിയടാ, എക്സിൻ്റെ വാല്യൂ 15-നേക്കാൾ വലുതാണ്. ശരിയാണോ തെറ്റാണോ? ശരിയല്ലല്ലോ, അല്ല. അപ്പോൾ ഇയാൾ തെറ്റാണ്. നെക്സ്റ്റ്, വൈൻ്റെ വാല്യൂ 15-നേക്കാൾ വലുതാണെന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇയാൾ ശരിയാണ്. ഇനി നോക്കിയടാ, നടുവിൽ ഇട്ട് കൊടുത്തിട്ടുള്ള ആൾ ആരാണ്, ഓറാണ്. ഓറിൻ്റെ കണ്ടീഷൻ എന്താ, എയ്തർ ഇയാൾ ട്രൂ ആവണം അല്ലെങ്കിൽ ഇയാൾ ട്രൂ ആവണം. 2 പേരും ട്രൂ ആയാലും ആൻസർ തന്നെ ആയിരിക്കും, ട്രൂ തന്നെ ആയിരിക്കും. അപ്പോൾ ഇതിൽ ഒരാൾ ട്രൂ ആണല്ലോ, അതുകൊണ്ട് ഇതിൻ്റെ ആൻസർ എന്തായിരിക്കും, ട്രൂ ആയിരിക്കും ഇയാളുടെ ആൻസർ. ഇനി അടുത്ത നോക്കിയേ, എക്സിൻ്റെ വാല്യൂ 15-നേക്കാൾ വലുത് ആണോ, അല്ല. വൈൻ്റെ വാല്യൂ 15-നേക്കാൾ വലുത് ആണ്. പക്ഷെ നടുവിൽ ഇട്ട് കൊടുത്തിട്ടുള്ള എന്താണ്, ആൻഡ് ഓപ്പറേറ്റർ ആണ്. ലോജിക്കൽ ആൻഡ് ആണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ലോജിക്കൽ ആൻഡിൻ്റെ കണ്ടീഷൻ എന്താ പറയുന്നത്, 2 പേരും ട്രൂ ആയാലേ ആൻസർ ട്രൂ ആവുള്ളൂ. ദാറ്റ് മീൻസ് ഇയാൾ എന്താണ്, ഫാൾസ് ആണ്. നെക്സ്റ്റ് പറയുന്നത്, എക്സിൻ്റെ വാല്യൂ വൈനേക്കാൾ വലുതാണോ. ഇത് ട്രൂ ആണോ ഫാൾസ് ആണോ, എക്സിൻ്റെ വാല്യൂ വൈനേക്കാൾ വലുതാണോ. എക്സ് ആണ് ചെറുത്, വൈ അല്ല. സോ ഈ സാധനം എന്താണ്, ഈ സാധനം ഫാൾസ് ആണ് അല്ലേ. എക്സിൻ്റെ വാല്യൂ വൈനേക്കാൾ വലുതാണോ എന്നുള്ളത് ഫാൾസ് അല്ലേ. പക്ഷേ അതിൻ്റെ പുറത്ത് നമ്മളൊരു നോട്ട് ഓപ്പറേറ്റർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നോട്ട് ഓപ്പറേറ്റർ ഇട്ട് കൊടുത്തുകൊണ്ട് തന്നെ ഇത് സാധനം നേരെ തിരിയും. അപ്പോൾ ആൻസർ എന്ത് കിട്ടും, ട്രൂ കിട്ടും. ക്ലിയർ ആണല്ലോ. ശരിക്കും മനസ്സിലാക്കിയിട്ട് വേണം പരീക്ഷയ്ക്ക് പോകാനായിട്ട്. അടുത്ത ചോദ്യം എന്താടാ, റൈറ്റ് ദ സിംബൽ ഓഫ് ദ ഫോളോയിങ് ഓപ്പറേറ്റേഴ്സ്. ഒന്നാമത്തെ ആൾ കണ്ടീഷണൽ ഓപ്പറേറ്റർ ആണ്, ക്വസ്റ്റ്യൻ മാർക്ക് അതുപോലെ കോളൻ. അടുത്തതാണ് എക്സ്ട്രാക്ഷൻ ഓപ്പറേറ്റർ. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നമ്മളുടെ ഇൻപുട്ട് ഓപ്പറേറ്റർ ആണ് അതിനുവേണ്ടി യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഇൻക്രിമെൻറ്റ് ഓപ്പറേറ്റർ ആണ്, പ്ലസ് ആണ്. നോട്ട് ഓപ്പറേറ്റർ ആണ്, എക്സ്ക്ലമേഷൻ മാർക്ക് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്, കൺസിഡർ ദ ഫോളോയിങ് C++ സ്റ്റേറ്റ്മെൻറ്റ്. വാട്ട് വിൽ ബി ദ വാല്യൂ ഓഫ് B ഇഫ് A = 9. എൻ്റെ വാല്യൂ 9 ആണ്.
സ്റ്റേറ്റ്മെൻറ്റ് ഇതാണ്, ബി ഈക്വൽ ടു 5 + a/2. ഒന്നാമത്തെ കണ്ടീഷൻ എന്താ, എ ഈസ് ആൻ ഇൻറ്റിജർ. എൻ്റെ ഡാറ്റ ടൈപ്പ് എന്താണെന്ന് പറയുന്നത്, ഇൻറ്റിജർ ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. എൻ്റെ ഡാറ്റ ടൈപ്പ് ഇൻറ്റിജർ ആണെങ്കിൽ അവിടെ എന്താ സംഭവിക്കുക, ഒന്നാമത്തെ ചോദ്യമാണ് കേട്ടോ നമ്മൾ നോക്കാൻ പോകുന്നത്. ബി ഈക്വൽ ടു 5 + എൻ്റെ ഡാറ്റ ടൈപ്പ് ഇൻറ്റിജർ ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എ എന്തായിട്ടാണ് കിടക്കുക, 9 ആയിട്ടാണ് കിടക്കുക. 9/2. 9/2 ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ എന്താ കിട്ടുക, 4.5 ആണോ കിട്ടുക, 4 ആണോ കിട്ടുക, എന്താണ് അവിടെ കിട്ടുക, 4 അല്ലേ കിട്ടുക. എന്തുകൊണ്ട് 4 കിട്ടും, ഇയാളുടെ ഡാറ്റ ടൈപ്പ് ഇൻറ്റിജർ ആണ്, അപ്പോൾ മാറ്റപ്പെടുക എന്ന് പറയുന്ന ഒരു പരിപാടി അവിടെ നടക്കുമോ, ഇല്ല. അപ്പോൾ ഇവിടെ നമുക്ക് ആൻസർ എന്താ കിട്ടുക, 4 ആണ് കിട്ടുക. അപ്പോൾ 5ഉം 4ഉം കൂടെ ആഡ് ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടുക എത്രയാണ്, 9 ആണ് ആൻസർ കിട്ടുക. ക്ലിയർ ആണല്ലോ. ഇനി അടുത്ത എന്താ പറഞ്ഞിട്ടുള്ളത്, എൻ്റെ വാല്യൂ എ ആൻഡ് ബി ആർ ഫ്ലോട്ട്. എയും ബിയും എന്താണെന്നാണ് പറഞ്ഞത്, ഫ്ലോട്ട് ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇങ്ങനെ ആയിരിക്കും വരിക, ബി ഈക്വൽ ടു 5 + എ എന്തായിട്ട് എടുക്കണം എന്ന് പറഞ്ഞത്, ഫ്ലോട്ട് ആയിട്ട് എടുക്കണം എന്ന് പറഞ്ഞത്. അപ്പോൾ ഈ 9 എന്ന് പറയുന്നത് ഫ്ലോട്ട് ആയിട്ടായിരിക്കും ഉണ്ടാവുക, അതായത് 9.0 ആയിട്ടാണ് കിടക്കുക അല്ലേ. അതല്ല പറഞ്ഞതിൻ്റെ അർത്ഥം, /2. 9.0നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന ആൻസർ എന്തായിരിക്കും, നമ്മൾ ഇംപ്ലിസിറ്റ് ടൈപ്പ് കൺവേർഷൻ പഠിച്ചു. ഒരാൾ ഫ്ലോട്ടും മറ്റേ ആൾ ഇൻറ്റിജറും ആണെങ്കിൽ അതിനെ എന്തൊക്കെ മാറ്റും എന്നാണ് പറഞ്ഞത്, അതിൻ്റെ ഹയർ ലെവലിലേക്ക് ആക്കി മാറ്റും. കൂട്ടത്തിൽ ഹയർ ആരാണ്, ഫ്ലോട്ടാണ്. അപ്പോൾ ആൻസർ നമുക്ക് എന്താ, ഇയാളുടെ ആൻസർ ആയിട്ട് നമുക്ക് എന്താ കിട്ടുക, 4.5 ആണ് നമുക്ക് ഇവിടെ ആൻസർ ആയിട്ട് കിട്ടുക. അപ്പോൾ 4.5 ആണ് 5ലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. സോ ആൻസർ വിൽ ബി 9.5. ആൻസർ എന്തായിരിക്കും ഇവിടെ, 9.5 ആയിരിക്കും നമുക്ക് ആൻസർ ആയിട്ട് കിട്ടുക. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. അടുത്ത ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്, ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടൈപ്പ് കൺവേർഷൻസ് ഇൻ C++. ടൈപ്പ് കൺവേർഷൻസ് ആരൊക്കെയാടാ, ഇംപ്ലിസിറ്റ് ഉണ്ട്, എക്സ്പ്ലിസിറ്റ് ഉണ്ട്. ആ ഒരു സ്ലൈഡ് അതുപോലെ എഴുതി കൊടുത്തോണം, ഒരു പോയിന്റും വിട്ടേക്കരുത്. അടുത്ത പോയിന്റ്, അടുത്ത ക്വസ്റ്റ്യൻ, നെയിം എനി 2 പ്രീ പ്രോസസർ ഡയറക്റ്റീവ് ഇൻ C++. C++ലെ 2 പ്രീ പ്രോസസർ ഡയറക്റ്റീവ്. ആരാടാ പ്രീ പ്രോസസർ ഡയറക്റ്റീവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഹാഷ് ഇട്ടിട്ട് എഴുതി കൊടുക്കുന്ന ആളുണ്ടല്ലോ, അയാളെയാണ് നമ്മൾ പ്രീ പ്രോസസർ ഡയറക്റ്റീവ് എന്ന് പറയാം. ഇയാളെ നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയം ഉണ്ടാവും, ഹാഷ് ഇൻക്ലൂഡ്. മറ്റൊരാളും കൂടെ നമ്മളുടെ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട്, ഹാഷ് ഡിഫൈൻ. പഠിച്ചു വെച്ചേക്കണേ. ഇതിനെയാണ് നമ്മൾ പ്രീ പ്രോസസർ ഡയറക്റ്റീവ് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അടുത്തൊരു ക്വസ്റ്റ്യൻ, റൈറ്റ് ദ ഔട്ട്പുട്ട് ഓഫ് ദ ഫോളോയിങ് പ്രോഗ്രാം. ഈ പ്രോഗ്രാമിൻ്റെ ഔട്ട്പുട്ട് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ നോക്കിയാടാ, എൻ്റെ വാല്യൂ 1 ഉണ്ട്, ബിൻ്റെ വാല്യൂ 2 ഉണ്ട്, സിൻ്റെ വാല്യൂ 3 ഉണ്ട്. ഒരു എക്സ്പ്രഷൻ ഇവിടെ തന്നിട്ടുണ്ട്, a + b + c / 3. നമ്മളുടെ എല്ലാവരുടെയും മൈൻഡ് ആദ്യം എങ്ങോട്ടാ പോവുക, 1, 2, 3 കൂട്ടും, അങ്ങനെ നമുക്ക് 6 ആൻസർ കിട്ടും. 6നെ നിങ്ങൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യും, അപ്പോൾ നമുക്ക് ആൻസർ എത്ര കിട്ടും, കിട്ടൂടാ, 2 ആൻസർ കിട്ടും. തെറ്റാണ്. ആ ഒരു മിസ്റ്റേക്ക് നിങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ഇൻറ്റൻഷനലി ഞാൻ എടുത്തിട്ടുള്ളത്. നമ്മൾ പ്രസിഡൻസ് ഓഫ് ഓപ്പറേറ്റർ എന്ന് പറഞ്ഞിട്ട് ഒരു സാധനം പഠിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഈ ഓപ്പറേറ്റേഴ്സിന് ഒരു ഓർഡർ ഉണ്ടെന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഓർഡറിൽ പ്ലസ് ആണോ സ്ലാഷ് ആണോ മുന്നിൽ, സ്ലാഷ് ആണ് മുന്നിൽ. അപ്പോൾ സീനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുക എന്ന് പറയുന്ന ഈ പരിപാടിയാണ് അവിടെ ആദ്യം നടക്കുക. സീൻ്റെ വാല്യൂ എത്രയാണ്, 3. 3നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് ആൻസർ 1 ആണ് കിട്ടുക. അപ്പോൾ ഈ ഒരു സാധനത്തിന് ആൻസർ ആയിട്ട് 1 കിട്ടും. എ എത്രയാണ്, 1, ബി എത്രയാണ്, 2. 1ഉം 2ഉം കൂട്ടി 3, പിന്നെ ഒരു 1ഉം കൂടെ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ആൻസർ എന്തായിരിക്കും കിട്ടുക, 4 ആണ് നമുക്ക് ആൻസർ കിട്ടുക. എന്തായിരിക്കും ഇവിടെ ആൻസർ കിട്ടുക, 4 ആണ് ആൻസർ കിട്ടുക. ഇനി അടുത്ത എന്താ പറഞ്ഞിട്ടുള്ളത്, ഇതിൻ്റെ ആൻസർ നമുക്ക് 4 കിട്ടും. അടുത്ത എന്താ, ഇവിടെ എന്താ പറഞ്ഞിട്ടുള്ളത്, a + b mod c. എയും ബിയും കൂടെ ആഡ് ചെയ്യണം. എയും ബിയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് 3 കിട്ടും. ഇവിടെയും തന്നെ ആയിരിക്കും 3. 3നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താ കിട്ടുക, റിമൈൻഡർ ആണ് കിട്ടുക. ഇവിടെ റിമൈൻഡർ എത്രയായിരിക്കും, 0 ആയിരിക്കും. ക്ലിയർ ആണല്ലോ. അതേപോലെ ഈ ചാപ്റ്ററിൽ നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു സാധനമാണ് എന്തെന്ന് പറയുന്നത്, സ്ട്രക്ചർ ഓഫ് C++ പ്രോഗ്രാമിംഗ്. അങ്ങനെ നിങ്ങളോട് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എഴുതി കൊടുക്കേണ്ട സാധനം ഇവിടുന്ന് തൊട്ട് ഇതുവരെ എന്തായാലും എഴുതണം. അതേപോലെ ഈ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്നതിൻ്റെ തൊട്ട് മുൻപായിട്ട് ഒരു റിട്ടേൺ 0 കൂടെ എഴുതി കൊടുക്കുക. എന്തെഴുതി കൊടുക്കണം, റിട്ടേൺ 0 എന്ന് പറഞ്ഞിട്ട് സെമിക്കോളൻ ഇട്ടിട്ട് എഴുതി കൊടുക്കുക. എന്നിട്ട് നടുവിൽ വെറുതെ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് എഴുതി കൊടുക്കുക. ഈ പരിപാടിക്കാണ് എന്തെന്ന് പറയുന്നത്, C++ൻ്റെ കോമൺ ഫോർമാറ്റ് എന്ന് പറഞ്ഞിട്ട് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എഴുതി കൊടുക്കേണ്ട സാധനമാണ്. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് ദ യൂസ് ഓഫ് കീവേഡ് കോൺസ്റ്റ്? ഗിവ് എക്സാമ്പിൾ. എന്താണ് കോൺസ്റ്റ് എന്ന് പറഞ്ഞ കീവേഡിൻ്റെ ഉപയോഗം? കോൺസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു കീവേഡ് ഉണ്ട്. കോൺസ്റ്റ് ഈസ് എ കീവേഡ് യൂസ്ഡ് ടു ഡിക്ലെയർ എ കോൺസ്റ്റൻറ്റ് വേരിയബിൾ. അതായത് നമ്മളിപ്പോൾ ഇൻറ്റ് എക്സ് എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തിട്ട് അതിൽ 10 സ്റ്റോർ ചെയ്ത് വെച്ചാൽ നിങ്ങൾ കുറച്ച് കഴിഞ്ഞിട്ട് x = 20 എന്ന് കൊടുക്കുന്നത് കൂടി എക്സിൻ്റെ വാല്യൂ എന്തായിട്ട് മാറും, 20 ആയിട്ട് മാറും. അപ്പോൾ ആദ്യം ഉണ്ടായിരുന്ന 10 അത് പോയി. അങ്ങനെ പോവാതിരിക്കണം എന്നുണ്ടെങ്കിൽ അവിടെ ഉപയോഗിക്കുന്ന കീവേഡാണ് ആര്, കോൺസ്റ്റ്. അപ്പോൾ കോൺസ്റ്റ് ഫ്ലോട്ട് π = 3.14 എന്ന് ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ π = 15 എന്ന് കൊടുത്താൽ റണ്ണാവോ, ഇല്ല. പകരം എന്ത് വരും, എറർ കാണിക്കും. കോൺസ്റ്റ് കീവേഡ് ഉപയോഗിച്ചൊരു വാല്യൂ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ വാല്യൂ എന്ത് ചെയ്യാൻ പറ്റില്ല, മാറ്റാൻ പറ്റില്ല, ജന്മത്തിൽ മാറ്റാൻ പറ്റില്ല. ഇതോടുകൂടി നമ്മളുടെ ചാപ്റ്റർ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. സോ നിങ്ങൾക്ക് കാര്യങ്ങളെല്ലാം ക്ലിയർ ആയി എന്ന് വിചാരിക്കുകയാണ്. നിങ്ങൾക്ക് വീണ്ടും പറയാം, നോട്ട്സ് നിങ്ങൾക്ക് ആപ്പിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഡൗൺലോഡ് ചെയ്തിട്ട് മൊത്തം ക്ലിയർ ആക്കി പഠിച്ചിട്ട് മാത്രമേ പരീക്ഷയ്ക്ക് പോകാൻ പാടുള്ളൂ. വീണ്ടും പറയാണ്. സോ അവസാനിപ്പിക്കാം. താങ്ക് യു.